ബഹുമാന്യരെ, എഴുന്നേറ്റിരിക്കുമ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഏതായാലും ആണുങ്ങളൊന്നും എഴുന്നേറ്റോളൂ. ഒരു കസേര കാലിയായി അവിടെ ബിലീസ് വന്നിരിക്കും, അടുത്ത് ബിലീസ് ഉണ്ടാവും. അല്ല, കസേരയൊക്കെ കയറി മുന്നിലോട്ട് നിൽക്കണമെന്നില്ല. മുമ്പിലൊരു കസേര കാലിയായി കിടക്കണ്ട, അതിൻ്റെ മുകളിൽ കയറി. നല്ല ചൂടുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ ഈ കാറ്റ് വെച്ചോണ്ടൊന്നും ഞങ്ങൾക്ക് സുഖമില്ല. അവിടുത്തേക്കാട്ടിൽ ചൂട് തിന്നു വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ നേരം പറയണില്ല എന്നർത്ഥം. അഭിവന്ദരായ തങ്ങൾ ഉസ്താദ് ചെറിയ വാക്കുകളിലാണ് സംസാരിച്ച് അവസാനിപ്പിച്ചത്. അഭിവന്ദരായ നല്ലായ ഉസ്താദ് സംസാരിക്കുന്നുമില്ല. പിന്നെ വാക്കുകളുടെ രാജകലയുടെ സിദ്ധി കരസ്ഥമാക്കിയ മരക്കാർ മൗലവി സ്വാഗതം വളരെ ചെറിയ വാക്കുകളിലാണ് അവസാനിപ്പിച്ചത്. അപ്പൊ പിന്നെ ഞാനും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു കാവ്യനീതി. അങ്ങനെയാണ്. ആ സത്യത്തിൽ അതല്ല, നല്ല ഉസ്താദ് നേരെ ഓപ്പോസിറ്റ് പറയണമെന്നാ പറഞ്ഞു. അതെന്താ അറിയാം, 2 മണിക്ക് ഞങ്ങളുടെ വടക്കേക്കാട് SKSFന്റെ പരിപാടി നടക്കുക. അത് പോട്ടെ. അപ്പോ ഇവിടുന്ന് 1.5 മണിക്കൂർ ഓടിയെത്തണം അവിടെ. ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, ഈ സ്ഥാപനം നമ്മളൊക്കെ മരിച്ചാലും ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കും. ഇവിടെ ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ അള്ളാഹുവിന്റെ നൂറായ ജ്ഞാനം സ്വീകരിച്ച് ആ കാലഘട്ടത്തിൽ മലയാളക്കരയിൽ ആരൊക്കെയാണോ ജീവിക്കുന്നത് ആ സമൂഹത്തിലേക്ക് വെളിച്ചം പകരും. അപ്പോൾ ഖബറിൽ കിടന്ന് എനിക്കും നിങ്ങൾക്കും ഇതിന്റെ സംഘാടകർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കും എല്ലാം അതിന്റെ ഒരു ഷെയർ കിട്ടും, അതിന്റെ ഒരു ഓഹരി ലഭ്യമായിക്കൊണ്ടിരിക്കും. ഇതിനുവേണ്ടി ഓടി നടന്നവർ, 1 രൂപ സഹായിച്ചവർ, ഒരു കല്ലെടുത്തു കൊടുക്കാൻ സഹായിച്ചവർ, ഒരു നല്ല വാക്ക് പറഞ്ഞവർ ഒക്കെ അതിന്റെ പങ്കാളിത്തം അനുഭവിക്കും. അള്ളാഹു അങ്ങനെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇപ്പോ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള സവാബ് മിസല് കിട്ടേണ്ട ഒരാളുണ്ട്. പക്ഷെ അയാൾക്കത് കിട്ടിയില്ല ലോകാടിസ്ഥാനത്തിൽ. ആരാണ്? റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്ന 2 ക്രിസ്ത്യാനികൾക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. കാരണം അവരാണ് വിമാനം കണ്ടുപിടിച്ചത്. ഈ വിമാനം കണ്ടുപിടിച്ചത് കൊണ്ട് എത്ര ആളുകളാണ് ഫ്ലൈറ്റ് കയറി മക്കയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി പോയത്? ഇസ്ലാമിക വീക്ഷണപ്രകാരം ഒരു നന്മ ഒരാൾ ചെയ്യുമ്പോൾ അതിന്റെ ഓഹരി അതിന് സഹായിച്ച ആൾക്ക് ലഭിക്കണം. പക്ഷെ റൈറ്റ് സഹോദരന്മാർക്ക് കിട്ടൂല. അത് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് സ്വർഗം ഉറപ്പല്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ ഇനി എത്ര വിമാനം ഉണ്ടാക്കിയാലും അതിന്റെ ഒരു ഷെയർ ഈ റൈറ്റ് സഹോദരന്മാരുടെ ഖബറിലേക്ക് കിട്ടേണ്ടതാണ്. കിട്ടൂല. കാരണം അവർ മുഅ്മിനായി പോയില്ല. ഈ മൈക്ക് കണ്ടുപിടിച്ചവൻ എത്ര കൂലി കിട്ടേണ്ടതാ? കുറെ കുറ്റം കിട്ടും, ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് മൈക്കിൽ. എന്നാലും ഒരുപാട് വയലിൽ പറയുമ്പോ ഇത് കണ്ടുപിടിച്ച ആൾക്ക് കൂലി കിട്ടേണ്ടതാ. പക്ഷെ മൈക്രോഫോൺ കണ്ടുപിടിച്ചത് ആരാ? ചോദിച്ച സമയം കളയണില്ല. മുസ്ലിം അല്ല. പക്ഷെ ഫ്ലൈറ്റിന്റെ ആദ്യ ഭാഗം കണ്ടുപിടിച്ചത് മുസ്ലിമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് കിട്ടും. അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആദ്യമായി അഡ്രസ് ചെയ്തത് ഇവിടെ സ്പെയിനിലെ മഹാപണ്ഡിതനായ മുസ്ലിമാണ് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ ഒരു ഓഹരി നമ്മുടെ ഖബറിലേക്ക് ലഭിക്കും. അതുകൊണ്ട് ഇവിടെ ഇപ്പോ നമ്മുടെ ജനറൽ മാനേജർ പറഞ്ഞത് 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം പണിയണമെന്നാണ്. 2000 സ്ക്വയർ ഫീറ്റ്. അതിനൊരു 20 ലക്ഷം രൂപ വരും, അല്ലെ? 25 ലക്ഷം, 23 ലക്ഷം. ഇവിടെ എനിക്ക് തോന്നുന്നു 2000 ആള് ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളെ ഒഴിച്ചാൽ 1000 പേര് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു, ചിലത് കൊടുക്കും, ചിലത് കൊടുക്കാറില്ല. ഒട്ടേറെ പൈസ ചെലവാക്കാറുണ്ട്. ഒരു 1000 1000 രൂപ 1 സ്ക്വയർ ഫീറ്റ് സ്ഥലം നിങ്ങളുടെ പേരിൽ അവിടെ ഒരു ചവിട്ടടി സ്ഥലം കിടക്കട്ടെ.
തീർച്ചയായും ഇതൊരിക്കലും നഷ്ടമാകാത്ത ഒരു ഹദിയയായിരിക്കും. ഇതൊരു ദീനി സ്ഥാപനമായതുകൊണ്ട് ഇവരൊക്കെ പഠിച്ചു വലുതായിട്ട് ദുആ ചെയ്യും. ഇന്നിവിടെ തുടക്കത്തിലെ ദുആയും മുദരിസ് ഉസ്താദ് ദുആയിരുന്നപ്പോ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, വലിവാലിദീനാ, മാതാപിതാക്കൾക്ക് പൊറുക്കണം അല്ലാഹ്. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പറയും, വലിമൻ ആനനാ, ഞങ്ങളെ സഹായിച്ചവർക്ക് പൊറുക്കണം അല്ലാഹ്, വലിമൻ അത്അമനാ വലിമൻ സഖാനാ. ഇത് ഖിയാമത്ത് നാളോളം തലമുറകളിലേക്ക് ഇവരുടെ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാരിലേക്ക് അള്ളാഹുവിന്റെ നൂറാനിയത്തിന്റെ ഇൽമെന്ന പ്രകാശം പ്രസരിപ്പിക്കുമ്പോ ലോകാവസാനം മുഴങ്ങുന്നതുവരെ, ഇവിടുന്ന് പഠിച്ചൊരാലിമിന്റെ ശിഷ്യൻ ലോകത്ത് ജീവിച്ചിരിക്കുന്നതുവരെ നമ്മുടെ ഖബറിലേക്ക് നിലക്കാത്ത പ്രവാഹമായി എത്തിച്ചേരും. അതാണ് അസ്സദഖത്തുൻ ജാരിയ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എനിക്കിപ്പോ 1,00,000 രൂപ തന്നു കരുതുക, അത് ജാരിയായ സദക്കാവൂല. എന്തുകൊണ്ട്? ഞാൻ ദ്വയരെന്നാ കിട്ടി, അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ ആ പരിപാടി തീർന്നു. അതിന് കണ്ടിന്യൂസ് അല്ല. പക്ഷേ ഒരു സ്ഥാപനത്തിന് നൽകുമ്പോൾ, ഒരു മസ്ജിദിന് നൽകുമ്പോൾ, മദ്രസക്ക് നൽകുമ്പോൾ, ദീനീ ഉലൂമിന്റെ ഒരു കലാലയത്തിന് നൽകുമ്പോൾ അത് തലമുറകളിലേക്ക് വിന്യസിക്കുകയാണ്, അവസാനിക്കാതെ തുടരുകയാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് 1300 1000 രൂപയാണ് പറയുന്നത്. തുടക്കത്തിലെ പിരിവ നിങ്ങൾ കരുതണ്ട. ആ ഒരു മിനിറ്റ് ഇതുപോലെയുള്ള ഒരു കടലാസ് നിങ്ങൾക്ക് തരാം. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ പറഞ്ഞപ്പോ കുറെ ആളുകൾ സഹകരിച്ചു. ഇപ്പൊ നിൽക്കുന്ന ഈ സ്റ്റേജ് ആടിയിരുന്നു. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പേരറിയില്ല ആള് അപ്പൊ തന്നെ സ്റ്റേജ് സ്പോൺസർ ചെയ്തു. മരിക്കാര് മുഹമ്മദ് അലി ഹാജി, മാഷാ അല്ലാഹ്. മുഹമ്മദ് അലി ഹാജിക്ക് ഇനി ഒരു 100 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഇനിയും കൊടുക്കാൻ പറ്റണം കേട്ടോ. അവ മോമിനിങ്ങളെ അത് മുഹമ്മദ് ഹാജി തന്നെയാണ് എഴുതിയത്. പൂളക്കപ്പള്ളിയാലിൽ മുസ്തഫ അവരെ മരിച്ചുപോയ ബാപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ 100 സ്ക്വയർ ഫീറ്റ് വാഗ്ദാനം ചെയ്തത്. മാഷാ അല്ലാഹ്, തുടക്കം തന്നെ നല്ല തുടക്കമാണ്. അള്ളാഹു ഈ നിമിഷം അവിടെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ അഭിനന്ദനായ തങ്ങളുപ്പാപ്പ ഇവിടെ ഉണ്ട്, ഉസ്താദ് ഉണ്ട്, ചെറുവാളൂർ ഉസ്താദ് ഇവിടെ വരുന്നുണ്ട് ദുആക്ക് നേതൃത്വം നൽകാം. അവരാ ദുആയിൽ അത് പറയും. 100 സ്ക്വയർ ഫീറ്റ്. ഇനി ആരും ഇവിടുന്ന് പറയണ്ട. ഒരാൾ പറഞ്ഞുകൊണ്ട് ഞാനത് നിഷേധിക്കുന്നില്ല. 2 സ്ക്വയർ ഫീറ്റ് അല്ലേ, എന്താണ് പേര്? ആ കടലാസ് അവർക്ക് കൊടുത്തായി. അപ്പൊ സഹോദരിമാരെ, നിങ്ങൾക്കൊരു കടലാസ് തരുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഞാൻ പണക്കാരിയല്ലല്ലോ, അപ്പുറത്താള് വലിയ പണക്കാർ, അങ്ങനെ ചിന്തിക്കരുത്. 1000 രൂപ നിങ്ങൾക്ക് എങ്ങനെങ്കിലും അള്ളാഹു തരും, അള്ളാഹു തരുമാറാകട്ടെ. 1000 രൂപ. 2 കിലോ അർക്കിയ മീനിന് 800 രൂപയാണ് ചാവക്കാട്. 2 കിലോ. ബഹളമുണ്ടാക്കാതെ തീരെ ചെറിയ കുട്ടികൾക്കല്ലാത്ത എല്ലാവർക്കും ഇതുപോലെ സ്ലിപ്പ് നൽകുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഹദിയ നൽകാനുണ്ടെങ്കിൽ അത് ഇതിൽ എഴുതണ്ട, അത് വേറെ കൊടുത്താൽ മതി. ഇത് അതിനു വേണ്ടി മാത്രം 1000-ൽ താഴെയുള്ള സംഖ്യ നിങ്ങളോട് വേറെ കൊടുത്താൽ മതി. ഇത് ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയാ. ആ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഇത്ര ആള് തന്നു എന്നറിയാൻ വേണ്ടിയാ. 1000 ഒരു സ്ക്വയർ ഫീറ്റ്, 2 ആണെങ്കിൽ 2000. അതിൽ കുറവുള്ളവർ അവിടെ കൊടുക്കണ്ട, വേറൊരു കടലാസിൽ എഴുതി തന്നാൽ ഇവിടെ നമുക്ക് ദ്വയറക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയും നിങ്ങള്. എത്രയോ 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 കാശ് നമ്മൾ ചെലവാക്കുന്നുണ്ട്. വഴലിനും അല്ലാതെയും നല്ല കാര്യത്തിനും തിന്മക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇത് മഹാന്മാരുള്ളൊരു മജ്ലിസാണ്, മജ്ലിസുന്നൂർ ചെല്ലുന്നൊരു മജ്ലിസാണ്, പ്രാർത്ഥന നടക്കുന്നൊരു മജ്ലിസാണ്. അതുകൊണ്ട് മാഷാ അല്ലാഹ്, നമ്മുടെ ദാരിമി ഉസ്താദ് ആള് പ്രഭാഷകനാണ്, അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരു 2 സ്ക്വയർ ഫീറ്റ്. ഇങ്ങനെ ഇനി ആരും പറയരുത്, പറഞ്ഞ എന്റെ പ്രസംഗം ഒന്നും പോകൂല. അതുകൊണ്ട് ബാക്കി ആ കടലാസിൽ എഴുതി നമുക്ക് ലാസ്റ്റ് വായിക്കാം. പറഞ്ഞ മനസ്സിലായല്ലോ. 1000 ഉറുപ്പ്യാണ് എഴുതണ്ടുള്ളൂ. അല്ല, എഴുതണ്ടുള്ളൂ എന്നല്ല, മിനിമം. അതിൽ താഴെ എന്തെങ്കിലും അധികം നിങ്ങൾ ഇവിടെ വേറെ കൊടുത്തയച്ചോളൂ, വേറെ ദ്വാരക്കും. ഇതൊരു കണക്ക് കിട്ടാൻ വേണ്ടി എല്ലാ സഹോദരിമാരും വാങ്ങിയിട്ട് ഇന്ന് ക്ലാസ് കഴിഞ്ഞു പോയിട്ട് ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഫോൺ വിളിച്ച് പറയും, ഞാനൊരു 1000 രൂപ അവിടേക്ക് ഹദിയല്ല, ഒരു സ്ക്വയർ ഫീറ്റിന് തന്നെ പറയണം. 1000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ബോക്സിനോ ഈ പന്തലിനൊക്കെ ചെലവഴിക്കും. ഇത് അങ്ങനെയല്ല. ആ ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങളുടെ ഭാഗമായി ആ ബിൽഡിംഗ് നിലനിൽക്കുന്ന കാലം മാത്രമല്ല, അതിന്റെ തുടർച്ചകളിലൊക്കെ അതിന്റെ പ്രതിഫലം ലഭിക്കും.
അള്ളാഹു അങ്ങനെ പെരുമാറാകട്ടെ. ആമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ലേ, വെറുതെ ഇൻഷാ അല്ലാഹ് പറയണ്ടട്ടാ, അന്ന് ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയും. അപ്പുറത്തും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എല്ലാവർക്കും നിരത്തി കൊടുത്തോളൂ. ഹബീബിങ്ങളെ, മുസ്ലിമിന്റെ ദർജപ്പടികൾ എന്നതാണ് നമ്മളോട് പറയേണ്ടത്. ആ സഹോദരിമാരുടെ പെൺകുട്ടികളുടെ വളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ വിട്ടാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ സഹായിച്ചു കൊടുക്കും. അവരുടെ ഇടയിൽ കൂടെ കുട്ടികൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതോ കുറച്ച് വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കും. ഇപ്പൊ തന്നെ എഴുതണം കേട്ടോ, നാളെ കൂടി പോയിട്ടല്ല. ഇപ്പൊ ഏതെങ്കിലും ആളടുത്ത് പേന ഉണ്ടാവും, അപ്പൊ സൗകര്യം പോലെ എഴുതി പ്രസംഗം കഴിയുന്നതിന്റെ മുമ്പ്. നമ്മൾ മുസ്ലിങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, فقال إنني من المسلمين, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? പരിശുദ്ധ ഖുർആൻ. ഇത് ശരിയായ മുസ്ലിമിനെ കുറിച്ചുള്ള വാക്കാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിന് ചില പദവികൾ കയറാനുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. മുസ്ലിം, മുഅ്മിൻ, മുഹിബ്ബ്, മുഹ്സിൻ, മുത്തഖി, മുത്മഇന്ന്. ഇപ്പൊ ആലുവ ഭാഗത്തുള്ള ഒരു ത്വരീഖത്തുകാർ പറയുന്നത് മുസ്ലിമും മുഅ്മിനും വേറെയാണെന്ന്. നമ്മൾ സമസ്തയുടെ ത്വരീഖത്തായതുകൊണ്ട് നമ്മൾ ഒന്നാം തന്നെ പറയണത്. പക്ഷെ നമ്മൾ ഈ കേരളത്തിലെ മുസ്ലിങ്ങളും ഈ മുഅ്മിനും ഒന്നാന്നുള്ളത് വേറെ ആലോചിക്കണം. എന്തുകൊണ്ട്? കേരളത്തിൽ ഒരാൾ മുസ്ലിം ആകാൻ രണ്ട് കാര്യം ഉണ്ടായാൽ മതി. ഒന്ന്, അവന്റെ നിക്കാഹ് നടക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഖത്തീബ് വന്ന് എന്ന് പറഞ്ഞാൽ മതി. രണ്ട്, അവൻ മരിച്ചാൽ നെല്ലായ പള്ളി മാരായമംഗലം ഖബർസ്ഥാനിൽ മറു ചെയ്താൽ മതി. ഇത് രണ്ടുണ്ടായ നമ്മുടെ ഇടയിൽ ഒരുപാട് മുസ്ലിമായി. അവൻ കള്ളു കുടിച്ചാൽ പ്രശ്നമില്ല, പലിശക്ക് വാങ്ങിയ പ്രശ്നമില്ല, നിസ്കാരം കളാക്കിയ പ്രശ്നമില്ല, ആരുടെയെങ്കിലും ഈബത്തും നമീമത്തും പറഞ്ഞാൽ പ്രശ്നമില്ല. ഈ രണ്ടുണ്ടായ മതി കേരളത്തിൽ ഒരാൾ മുസ്ലിമാകാൻ. അല്ലേ? ആണോ? 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 അതെ. യഥാർത്ഥ മുസ്ലിം അല്ല. യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റൊരു മുസ്ലിം രക്ഷപ്പെടുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ എന്നാണ്. നമുക്ക് അങ്ങനെ ഒരു മുസ്ലിമാകാൻ പറ്റിയിട്ടുണ്ടോ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു സഹാബി വര്യൻ ഈത്തപ്പനയും ഒരു മുന്തിരിക്കൊലയുമായി സമ്മാനം കൊടുക്കാൻ വേണ്ടി വരികയാണ്. പുണ്യനബിയുടെ വിദ്വൽ സദസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പരമദരിദ്രരായ സഹാബത്ത് ജ്ഞാനം നേടാൻ വേണ്ടി ദർസിലെ വിദ്യാർത്ഥികളായി അവിടെ പഠിക്കുന്നുണ്ട്. ആര് സമ്മാനം കൊടുത്താലും അതിൽ നിന്ന് അല്പം എടുത്തു കഴിച്ച് തന്റെ സഹോദരങ്ങളായ സഹാബത്തെ കിറാമിന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയർ ചെയ്യും, ഓഹരി കൊടുക്കാറുണ്ട്. ഈ മുന്തിരിക്കൊല ലഭിച്ചപ്പോൾ ബിസ്മി ചൊല്ലി പുണ്യനബി അതിൽ നിന്നൊന്നെടുത്ത് കഴിച്ചു. പിന്നെ രണ്ടാമതും കഴിച്ചു, പിന്നെ മൂന്നാമതും കഴിച്ചു, പിന്നെ നാലാമതും കഴിച്ചു. ആ കുല മുഴുവൻ തിരുമേനി തന്നെ കഴിച്ചു തീർത്തപ്പോൾ ആ ദരിദ്രനായ സഹാബി, പട്ടിണിയിൽ കിടക്കുന്ന സഹാബി, ആരംഭ പ്രവാചകരെ നോക്കിയിരുന്നു. വല്ലാത്ത കൗതുകത്തോടെ പ്രവാചകൻ ആസ്വാദ്യ മധുരമായി ഈ മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൗതുകത്തോടെ നോക്കി. അത് തീർന്നപ്പോൾ സലാം ചൊല്ലി അദ്ദേഹം പോയി. അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇതെന്താ ആശ്ചര്യം, ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ ഹബീബേ, അങ്ങക്കെന്തു ലഭിച്ചാലും ഞങ്ങൾക്ക് ഓഹരി തരാറുണ്ടല്ലോ നബിയെ, ഇതെന്തേ ഞങ്ങൾക്കൊരു മുന്തിരി പോലും തരാതെ എന്തേ അങ്ങൊറ്റക്ക് കഴിച്ചു? അതെ, സഹാബത്ത് ആ ഓഹരി കൊണ്ടാണ് ജീവിച്ചിരുന്നത്. പുറമേക്ക് ജോലിക്ക് പോകാതെ, യുദ്ധത്തിന് പോലും പോകാതെ ദർസിൽ പഠനം മാത്രമായി നിന്ന സഹാബത്ത് ഒരിക്കൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സമ്മാനം തിരുമേനിക്ക് ലഭിച്ചു. അതിങ്ങനെ കഷ്ണിച്ചോഹരി വെച്ചപ്പോൾ സഹാബത്ത് ആശ്ചര്യപ്പെട്ടു. അതിന്റെ ടേസ്റ്റ് അറബിയിലെ ടേസ്റ്റ് അല്ല. അപ്പോൾ പുണ്യനബി പറഞ്ഞു, ഹാദാ സഞ്ചബീൽ, ഇത് ഇഞ്ചിയാണ്, തആമുൽ ഹിന്ദ്, ഇത് ഇന്ത്യയുടെ വിഭവമാണ് എന്ന് പറഞ്ഞ്
പ്രവാചകൻ ചിരിക്കുന്നത് ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അതുപോലെ എല്ലാം ഓഹരി വെച്ചു കൊടുത്തു. പക്ഷേ സഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങ് തന്നില്ലല്ലോ ഞങ്ങൾക്ക്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറയുന്ന മറുപടി, ആരാണ് മുസ്ലിം എന്നതിന്റെ ഒരു വ്യാഖ്യാനം പോലെ മനോഹരമായ മറുപടിയാ സഹാബാ. ആ മുന്തിരി ഞാൻ വായിൽ വെച്ചപ്പോഴ്, ആദ്യത്തെ മുന്തിരി വായിൽ വെച്ചപ്പോഴ് അതികഠിനമായ ചവർപ്പാണ്, അതികഠിനമായ പുളിയാണ് അതിനുള്ളത്. ഞാനത് കഴിച്ചോ, ആ സഹോദരൻ എന്നെ നോക്കിയിരിക്കുകയാണ്. ഞാനെങ്ങാൻ രണ്ടാമതൊന്നെടുത്ത് നിങ്ങൾക്ക് ഹദിയ നൽകിയിരുന്നുവെങ്കിൽ അത് വായിൽ വെച്ച ഉടനെ നിങ്ങൾ പ്രതികരിക്കും, അത് നിങ്ങൾ തുപ്പിക്കളയും. എന്നിട്ട് പറയും, ഇത്ര പുളിയുള്ള മുന്തിരിയാണോ, ഇത്ര ചവർപ്പുള്ള മുന്തിരിയാണോ നിങ്ങൾ നബിക്ക് കൊടുത്തത് എന്ന് ചോദിക്കും. അതുകൊണ്ട് അത് ചോദിക്കാതിരിക്കാൻ, അത് ചോദിച്ചാൽ ആ പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിക്കുകയില്ലേ, അവന്റെ മുഖം ദുഃഖഭാരത്താൽ കുനിഞ്ഞു പോകില്ലേ? എനിക്കതിഷ്ടമില്ല. ഒരാൾ വേദനിക്കുന്നത് എനിക്കിഷ്ടമില്ല, ഒരാൾ സങ്കടപ്പെടുന്നത് എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ആ ചവർപ്പ് സഹിച്ച് അത് കഴിച്ചതാണെന്ന് തിരുദൂതരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ ഒരു കാര്യം? നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യം? ഇവിടെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം വേദനിക്കുമ്പോൾ അതിൽ ആഹ്ലാദം കൊള്ളുന്നവനല്ലേ? മറ്റൊരു മുസ്ലിം സങ്കടപ്പെട്ടാൽ സങ്കടപ്പെടുന്നവനല്ലേ? സങ്കടപ്പെടാത്തവനല്ലേ? മറ്റുള്ളവരുടെ വേദനയിൽ ആഹ്ലാദിക്കുന്നവരല്ലേ നമ്മൾ മുസ്ലിങ്ങൾ? അവിടെയാണ് പ്രശ്നം. നമ്മൾ പരീക്ഷണങ്ങളെ നേരിടാത്ത ഒരു സമൂഹമാണ്. യഥാർത്ഥ ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന സഹാബത്ത് മാത്രമല്ല, ഈ വർത്തമാനകാലത്ത് ജീവിക്കുന്നില്ലേ? മ്യാൻമർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. എന്റെ ചെറുപ്പക്കാർക്കറിയാം. കഴിഞ്ഞ 4-5 മാസങ്ങളായി മൊബൈൽ ഫോണിലെ വാട്സപ്പ് മെസ്സേജുകളിൽ വന്ന് ചിലയ്ക്കുന്നത് ബർമയിലെ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ തീരാത്ത വേദനകളുടെ വീഡിയോ ക്ലിപ്സുകളും ഫോട്ടോസുകളുമാണ്. ഏതാണ് മ്യാൻമർ? മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിലൂടെ അള്ളാഹുവിന്റെ ദീന് പ്രചരിച്ച നാടാ. ആ സഹാബി പോയിട്ടാണ് മ്യാൻമറിൽ, ബർമയിൽ ദീനി ദഅവത്ത് നടത്തിയത്. എന്താണ് അവരുടെ പ്രത്യേകത? അത്വരീഖത്തു സഅദിയ്യ എന്ന ത്വരീഖത്തിന്റെ ആളുകളാണവർ. കള്ള ത്വരീഖത്തിന്റെ ആളല്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഈമാനുള്ള മുസ്ലിങ്ങളാണ് റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ. നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട്, ലോകാടിസ്ഥാനത്തിൽ കേരളീയ മുസ്ലിങ്ങളാണ് വലിയ ആളുകൾ. ശരി തന്നെയാണ്. 10,000-കണക്കിന് മദ്രസകളുണ്ട്, 1000-കണക്കിന് മസ്ജിദുകളുണ്ട്, അറബിക് കോളേജുകളുണ്ട്, 10,000 കൂടുന്ന മതപ്രഭാഷണ സദസ്സുകളുണ്ട്, ഖുർആൻ ക്ലാസുകളുണ്ട്, കുടുംബ സംഗമങ്ങളുണ്ട്, പ്രഭാഷണ സീഡികളുണ്ട്, പുസ്തകങ്ങളുണ്ട്, സെമിനാറുകളുണ്ട്, സമ്മേളനങ്ങളുണ്ട്, എല്ലാം നടക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ ഒരാളോട് പരിശോധനക്ക് വരുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈമാനും മുസ്ലിമിയത്തും മുഅ്മിനിയത്തൊക്കെ. റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ എന്താ അനുഭവിച്ചത്? അറബി ഭാഷ ഔദ്യോഗിക ഭാഷയായ നാടാണ് റോഹിംഗ്യ. സുലൈമാൻ ഷാ എന്ന് പറയുന്ന ചക്രവർത്തി മുസ്ലിം ഭരണകൂടം സ്ഥാപിച്ച നാടാണ് ബർമ. ആ ബർമയിൽ അറാക്കാൻ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. 4.5 മില്യൺ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ജില്ലയാണ് അറാക്കാൻ. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഒരു റോഹിംഗ്യൻ മുസ്ലിം അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. ബുദ്ധ സന്യാസികളായ ക്രൂരന്മാർ മുസ്ലിം കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്നിട്ട്, 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് തല കീഴ്പോട്ടാക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും സന്യാസിമാര് നിന്നിട്ട് 2 വലിയാണ്. കല കീഴ്പോട്ടാക്കി കാലു പിടിച്ചു വലിക്കുമ്പോ തവളയെ കീറുന്നതുപോലെ ജീവനുള്ള മുസ്ലിം മനുഷ്യക്കുട്ടിയെ 2 കീറാക്കിയിട്ട് ഉമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാ. ചെറുപ്പക്കാരാ,
നിങ്ങളെപ്പോലെയുള്ള യുവാക്കളുടെ കഴുത്തിൽ കയറിട്ടിട്ട് കൈകാലുകൾ ബന്ധിച്ച് ടാറിട്ട റോട്ടിലൂടെ, ബർമായിലെ ചുട്ടുപഴുത്ത ടാറിട്ട റോട്ടിലൂടെ കമഴ്ത്തി കിടത്തിയിട്ട് വലിക്കുമ്പോ, നെറ്റി ഉരഞ്ഞു പൊട്ടുമ്പോ, മൂക്ക് ഉരഞ്ഞുരഞ്ഞു തേഞ്ഞു പോകുമ്പോ, കവിള് മുഴുവൻ റോഡിൽ ഒരഞ്ഞു തീരുമ്പോ, നെഞ്ചു പൊട്ടിയിട്ട് ചോരയൊഴുകുമ്പോ, കാലിന്റെ ചിരട്ട റോട്ടിൽ അമർന്നമർന്നിട്ട് പൊട്ടിപ്പിളരുമ്പോ, കാലിന്റെ വിരലുകള് റോഡിൽ കിടന്ന് തേഞ്ഞു തേഞ്ഞു പോകുമ്പോ അവര് മാറ്റി പറഞ്ഞില്ല, മുസ്ലിമേ ഞാൻ ബുദ്ധമതത്തിലേക്ക് വരാമെന്ന് മാറ്റി പറഞ്ഞിട്ടില്ല രോഹിംഗ്യയിലെ മുസ്ലിങ്ങള്. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അവരല്ലാഹുവിൽ അത്ര ദൃഢമായ വിശ്വാസം. നമുക്കൊരു പനി വന്നാൽ നമുക്ക് അള്ളാഹിനോട് ദേഷ്യായില്ലേ? അല്ല, ഒരു സാമ്പത്തിക പ്രയാസം വന്നാൽ നമുക്ക് അള്ളാഹിനോട് ദേഷ്യായില്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇവിടെ നിസ്കരിക്കാത്ത എത്രയോ ആളുകൾ സന്തോഷിച്ച് നടക്കുന്നു, ഞാൻ എല്ലാ നന്മയും, ഞാൻ ഈ കോളേജിന് പൈസയും കൊടുത്തു, എന്നിട്ടും എന്റെ കഷ്ടപ്പാട് തീരുന്നില്ലല്ലോ. ഇല്ലേ? നമ്മൾ ചിന്തിച്ചില്ലേ? ഇത് അള്ളാഹുവിനോടുള്ള നിസ്സംഗമായ പ്രതിഷേധ പ്രകടനമല്ലേ? ഇവിടെയാണ് മുസ്ലിമീയത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്ന് പറയാൻ കാരണം. ബോട്ട് ഘടിപ്പിക്കാത്ത പത്തേമാരികളില്, തോണികളില് പതിനായിരക്കണക്കായ രോഹിംഗ്യൻ മുസ്ലിം പെണ്ണുങ്ങളെ തള്ളിക്കയറ്റിയിട്ട് തായ്ലൻഡിലേക്കാണ് നാട് കടത്തുന്നത്. ഞാൻ കൃത്യമായ ആധികാരിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത് ലൈവായി ലോകമെമ്പാടുമുള്ള ആളുകൾ ഇപ്പോൾ ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിടുവായിത്തം പറയുകയല്ല. ഒരു ഭാഗത്ത് തായ്ലൻഡ്, ഒരു ഭാഗത്ത് മലേഷ്യ, ഒരു ഭാഗത്ത് ബംഗ്ലാദേശ്, ഒരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണ്. അതിന്റെ ഇടയിലാണ് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കഴിയുന്ന ബർമ്മ. പണ്ട് മലയാളികൾ ബർമ്മയിലേക്ക് പോയിട്ടുണ്ട്. ഈ പത്തേമാരിയിൽ കയറ്റിയിട്ട് ചീറിയടിക്കുന്ന തിരമാലകൾക്ക് മുകളിൽ അവരെ കയറ്റിയിട്ടിട്ട് ഒരു റൊട്ടി പോലും കൊടുക്കാതെ, വെള്ളത്തിന്റെ തുള്ളി കൊടുക്കാതെ ചാഞ്ചാടി പോകുന്ന കപ്പലിൽ നിന്ന് വിശപ്പ് കൊണ്ട് കടൽ വെള്ളം കുടിച്ചു മരിച്ചുപോയില്ലേ റോഹിംഗ്യൻ മുസ്ലിങ്ങള്? 2,35,000 ആളുകളെയാണ് ഇങ്ങനെ ഈയിടെ നാട് കടത്തിയത്. അവർ തായ്ലൻഡിൽ എത്തിപ്പെടുമ്പോ, സെക്സ് ഫ്രീ ആയ നാടാണ് ബർമ്മ. അവിടെ എത്തിയിട്ട് തായ് പട്ടാളക്കാർ കരയിൽ വരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പാതി ജീവനോടെ കടലിലെറിയുമ്പോ അവര് വിളിച്ചു പറയുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മൗജൂദു ബികുല്ലി സമാൻ. അവരുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ മുസ്ലിങ്ങൾ ഇവിടെ പരീക്ഷണം നേരിടാത്തൊരു സമുദായം. എന്തുകൊണ്ട്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു വലിയ തണൽ മരത്തിന്റെ കുടത്തണുപ്പിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോക മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനാ സെറ്റപ്പ് ഇല്ല. വേറെയും സംവിധാനങ്ങൾ ഒരുപക്ഷെ ഇതിന് അനുകൂലമായിട്ടുണ്ടാകാം. പക്ഷെ സമസ്ത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആത്മീയ സാന്നിധ്യം, വലിയ പരീക്ഷണങ്ങളൊന്നും നമ്മൾ നേരിട്ടില്ല. എന്തിന്? ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്തിലെ പോലും ദുരിതം നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അഹങ്കാരികളായി പോയത്. ഇവിടെ മനോഹരമായൊരു അന്തരീക്ഷമല്ലേ? ഒറ്റപ്പെട്ട ചില വേദനകൾ ഉത്തരേന്ത്യയിലുണ്ടെങ്കിലും കേരളത്തിൽ താരതമ്യേന അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള ഒരു സംവിധാനമില്ലേ? നമ്മുടെ മതസംവിധാനങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ നടന്നു പോകുന്നില്ലേ? ഈ അനുഗ്രഹത്തിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയണം. മുസ്ലിം അള്ളാഹു നമ്മളെ ഈ അനുഗ്രഹത്തിൽ നിലനിർത്തി തെരുമാറാകട്ടെ. അങ്ങനെ അനുഗ്രഹീതനായ ഒരു മുസ്ലിം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വർത്തമാനകാലത്തേക്ക് ആവിഷ്കരിച്ച മുസ്ലിം മുഅ്മിൻ എന്ന് പറയുന്ന ക്വാളിറ്റിയിൽ എത്തിച്ചേരും. അവരാണ് ബദരീങ്ങൾ. ബദരീങ്ങൾ ആ മുഅ്മിനിയത്ത് ലഭിച്ച ആളുകളാ. അത്തരമൊരു പരീക്ഷണം കേരളത്തിൽ ഉണ്ടാകട്ടെ. ഒരു ബദർ ഇവിടെ നിന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അടുത്ത ഞായറാഴ്ച ചെർപ്പളശ്ശേരി അങ്ങാടിയിൽ ഒരു ബദർ നടക്കുന്നുണ്ട്. എല്ലാവരും വരണട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ ദീനീ ബോധം കണ്ടുണ്ടല്ലോ. എന്നെയും ക്ഷണിച്ചു. നിങ്ങൾ വലിയതായി കത്തിയടിച്ചതല്ലേ, നിങ്ങൾ ആദ്യം വരണട്ടോ.
ഞായറാഴ്ച രാവിലെ എന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. എന്താ കാരണം? മുങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എത്ര പേരുണ്ടാവും? അവിടെയാണ് ബദരീങ്ങളുടെ ഒരു മഹത്വം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് ടോക്കും ടാങ്കുമായി ബോംബുമായിട്ടല്ല നിങ്ങളോട് പറഞ്ഞത്, കൈ മാത്രമായിട്ട് വരണമെന്ന്. എത്ര പേരുണ്ടാവും? എല്ലാവരും ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകൂലേ? നമ്മൾ ഭയങ്കര സെറ്റപ്പ് അല്ലേ കേരളത്തിലെ മുസ്ലിങ്ങൾ, നമ്മൾ വിരുന്നു പോകില്ല എല്ലാവരും. അവിടെയാണ് ബദരീങ്ങൾ. ഞാൻ ചരിത്രം പറയുകയല്ല. പരിശുദ്ധ റമളാനിന്റെ 17 പട്ടിണിപ്പകലിൽ ബദറിൽ പടനയിച്ചെത്തിയ പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 313 ആളുകൾ അന്നത്തെ സന്ധ്യാംബരം ചമന്നപ്പോൾ ക്ഷീണം കൊണ്ട് സഹാബത്ത് ഇബാദത്ത് കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് മയങ്ങുമ്പോൾ നേർത്ത ചാറ്റൽ മഴ പെയ്യുമ്പോൾ പുണ്യ നബി സുജൂദിൽ വീണ് കിടന്നില്ലേ? പുന്നാര നബി കരഞ്ഞില്ലേ? അവിടുത്തെ ഉത്തരീയം ഷാള് നിലത്ത് വീണില്ലേ? അബൂബക്കർ തങ്ങൾ ചെന്നില്ലേ? ഉണർന്നെഴുന്നേറ്റ് ചെന്നിട്ട് വിളിച്ചു പറഞ്ഞില്ലേ? കഫാക യാ റസൂലല്ലാഹ് എന്ന പെണ്ണിന്റെ ലാസ്യ നൃത്തച്ചുവടിൽ അതേ ഹിന്ദ് റളിയല്ലാഹു അൻഹ അന്ന് മുസ്ലിമായിട്ടില്ല. ആ മാദക നൃത്തത്തിൽ എല്ലാം മറന്നു നിൽക്കുന്ന ഒരു സേനയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മാപ്പിള കവി മോയിൻകുട്ടി വൈദ്യര് 2 സേനയുടെ വരവ് പറഞ്ഞപ്പോ അറേബ്യയുടെ ഈ കുടിലന്മാരുടെ വരവിനെ കുറിച്ച് പറഞ്ഞത് ചടുലമായ വാക്കുകളിലാണ്. തുടരമദ്ദളവും ബഹുജൊഡു മറുവ ഒറ്റകളും മണി തുട്ടികൾ താശികളാൽ ആകെങ്ങനെ ഇളകി മറിഞ്ഞിട്ട. വേറെ ഒരു വരിയിൽ പറഞ്ഞു, പുറപ്പേ തബുജാഹിലുടൻ ഗിബർ പൊങ്കിയള്ളൊന്തൽബാസ് ചിരിച്ചു. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. അതെല്ലാവർക്കും അറിയും. പങ്കായ അത്ര കപ്പലിന് എന്തിനാ മുമ്പിനിങ്ങളെ പങ്കായ? എന്തൊരു ഉടായിപ്പ് പാട്ട് അതൊക്കെ. മോയിൻകുട്ടി വൈദ്യര് വരികളിൽ പോലും പുണ്യനബിയുടെ ശാന്ത ഗംഭീരമായ വരവിന് ആവാഹിച്ചെഴുതിയ വാഗ്വിലാസത്തിന്റെ മഹാപ്രതിഭാശാലിയാണ് മോയിൻകുട്ടി വൈദ്യര്. ബദറുൽ ഹുദായാസീനൻ നബി ഖറജായ് നേരം വളർകൊടി മോണ്ടെണ്ണം കെട്ടിടയതിലുണ്ടൈ അബ്യൽ വർണ്ണമത പിൽ രണ്ടും അസുവതുമാമേ. ഒരൊട്ടകം എങ്ങനെയാണ് മരുഭൂമിയിലൂടെ നീണ്ട കാല് വെച്ച് നടന്നു വരുന്നത് എന്ന പോലെ മനോഹര ശാന്തമായ വരികളാണ് എഴുതിയത്. അന്നത്തെ ഉഷസ്സുണരുകയാണ്, പ്രഭാതം ഉണരുകയാണ്. 2 സേനയും മുഖാമുഖം നിൽക്കുകയാണ്. മജ്ലിസുന്നൂറിന്റെ സദസ്സിലിരുന്നിട്ട് മുസ്ലിമിന്റെ ദർജപ്പടികളുടെ ആദ്യപടിയിൽ നിൽക്കുമ്പോ സമുദായമേ എന്തൊരു തീഷ്ണമായ രംഗമാണത്. അപ്പുറത്തുള്ളവരുടെ കയ്യില് തിളങ്ങുന്ന വാളുകളാ, കുതിച്ചു പായുന്ന കുതിരകളാ, അമറുന്ന ഒട്ടകങ്ങളാ. ഇപ്പുറത്തെന്താ പൊട്ടിയ 4 or 3 ആളുകളാണ്, നൊണ്ടി നടക്കുന്ന 4-5 കുതിരകളാണ്. ഒരു ഈത്തപ്പനയുടെ മട്ടല് പോലും കയ്യിലില്ലാതെ 3000-ഓളം വരുന്ന സേനയുടെ മുഖത്ത് നോക്കിയിട്ട് മുഖാമുഖം നിൽക്കുകയാണ് പരിശുദ്ധ ദീനിന്റെ കാവലാളുകളായ ബദരീങ്ങള്. 313 ആളുകള്. അബൂജഹൽ പറയുന്നുണ്ട്, മുഹമ്മദ് ആരംഭിക്കാം. മുഹമ്മദ് ആദ്യ പോരാട്ടം ഏകാംഗമാണ്, കൂട്ടയുദ്ധമല്ല. മദീനക്കാരായ അൻസാറുകളായ 3 സഹാബത്ത് മുമ്പിലേക്ക് വന്നപ്പോ അബൂജഹൽ പറയുകയാണ്, മുഹമ്മദ് മദീനക്കാരെ ഞങ്ങൾക്ക് വേണ്ട, ഇപ്പൊ വേണ്ട, അവരെ പിന്നെ മതി. ആദ്യം മക്കക്കാരെ വിട്. ഞങ്ങളുടെ ദൈവങ്ങളെ അപഹസിച്ചവർ, ഞങ്ങളുടെ മതത്തിൽ നിന്ന് മാറിപ്പോയവർ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നവർ, ഞങ്ങളുടെ കുലദ്രോഹികൾ, അവരെ മുന്നോട്ട് വിടാദ്യം എന്ന് പറഞ്ഞപ്പോ മുഹാജിറന്റെ വാക്കു കേട്ട് മുഞ്ചി 3 സിംഹരാ മുന്നിലെ ഉബൈദത്തും പിൻ ഹംസത്തും ഖൈദറാ. 3 വീരപ്പുലികളാണ് പടക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ ബദർ പറയാൻ വേണ്ടി പറയല്ലോ, ഒരു ബർക്കത്തിന് മജ്ലിസ് നൂറായതുകൊണ്ട് പറയാം.
ഒന്ന് റസൂലുള്ളാഹിയുടെ കൊച്ചാപ്പ ഹംസത്തുൽ കറാർ, ഒന്ന് അറേബ്യൻ ആയോധനകലയുടെ സകല അടവുകളും പഠിച്ച അലി ഹൈദറിൽ കറാർ, ഒന്ന് മഹാനായ അബൂ ഉബൈദ. 3 പേരാണ് ഇറങ്ങുന്നത്. ഇപ്പുറത്തുനിന്ന് 3 ചാമ്പ്യന്മാരിറങ്ങുക. കാട്ടുകരടിയെപ്പോലെ റോമാവൃതമായ ശരീരമുള്ള ഗറില്ലകളെ പോലത്തെ 3 ആളുകൾ. ഒന്ന് ഉത്ബ, ഒന്ന് ഷൈബ, ഒന്ന് വലീദ്. നമുക്ക് ഒരു രോമാഞ്ചം ഉണ്ടാകണില്ലേ അത് ഓർക്കുമ്പോ? പറയുമ്പോഴല്ല, അത് ഓർക്കുമ്പോ. എന്തായിരിക്കും ഒരു മോമിനിയത്തിന്റെ ഒരു കടുപ്പല്ലേ? അലി റളിയല്ലാഹു അൻഹു ഉത്ബയെ നേരിട്ടപ്പോ, ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയെ നേരിട്ടപ്പോ, വലീദിനെയാണ് അബൂ ഉബൈദ നേരിടുന്നത്. ഏകാംഗ പോരാട്ടം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു മാറുകയാണ്, തഞ്ചത്തിൽ ചാഞ്ചാടുകയാണ്, വാളുകൾ തമ്മിൽ ശീൽക്കാര ശബ്ദമുണ്ടാക്കുകയാണ്. ഇടയിലെപ്പോഴോ അലി തങ്ങൾ വായുവിലേക്കൊന്നു കയറി, വായുവിലൊന്നു മലക്കം മറിഞ്ഞു. ഉയരം കുറഞ്ഞ മഹാനായ അലിയിൽ മുർത്തള വായുവിലേക്ക് ചാടി 2 മലക്കം മറിഞ്ഞ് താഴോട്ടൊന്നു വീണപ്പോ അത് ഷൈബയുടെ മൂർധാവിലാണ് വാളുകൊണ്ടത്. ഒരൊറ്റ വെട്ടിന് 2 പൊളിയായി ഷൈബയങ്ങ് വീണു. ഹംസത്തുൽ കറാർ ഉത്ബയെ നേരിട്ടു. പക്ഷെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇത്തിരി പ്രായമുള്ള സഹാബി ആയതുകൊണ്ട് അവിടത്തേക്ക് വല്ലാതെ ഗമിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ചതി പ്രയോഗിച്ചു വലീദ്. അവിടത്തെ വലത്തെ കരിന്തുടയിൽ വെട്ടി. വെട്ടേറ്റപ്പോൾ മറിഞ്ഞു വീണു. ചതി കണ്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, സ്റ്റോപ്പ്, നിർത്ത്. അന്നത്തെ കാഫിരീങ്ങൾക്ക് പോലും യുദ്ധത്തിനൊരു നിയമമുണ്ടായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് അങ്ങനെയാണോ? ട്രെയിനിൽ ബോംബ് വെക്കുക, നിരപരാധികളെ കൊല്ലുക, വാഴ വെട്ടുന്നത് പോലെ കൊല്ലുക, എവിടെയും ഏത് അർദ്ധരാത്രിയിലും അന്യവന്റെ അടിവയറ്റിലേക്ക് കട്ടാര കയറ്റുക. അതല്ലേ പുതിയ ലോകത്ത് സംഭവിക്കുന്നത്. അബൂജഹൽ പറഞ്ഞു യുദ്ധം നിർത്താൻ. എന്തുകൊണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ ബദർ പടപ്പാട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വീണ അബൂ ഉബൈദയെ പിന്നെ വലീദ് വെട്ടിയിട്ടില്ല? എവിടെ പിന്നെ എന്താ സംഭവിക്കുന്നത്? പുകിന്താറിരു പേരും അതേക്ഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി ചൊരിന്തേ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ത് വരും വഴി കൊഴുകൈതമാ. 2 സഹാബത്ത് ഓടിയിറങ്ങി കോരിയെടുത്തുകൊണ്ടോടുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, പുണ്യനബിയുടെ ഹളറത്തിലേക്ക്. ഇന്ന് ബദർ കാണാൻ പോകുമ്പോ മസ്ജിദുൽ അരീസ് എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അതിന്റെ തൊട്ടുഭാഗത്താണ് ഇത് നടക്കുന്നത്. അവിടെയാണ് പുണ്യനബി ഇരിക്കുന്നത്. പുണ്യനബിയുടെ മടിയിലേക്ക് അബൂ ഉബൈദയെ കിടത്തുകയാണ്. മുഅ്മിനീങ്ങളെ, കരിന്തുട വെട്ടേറ്റ് മുറിഞ്ഞിട്ട് മാംസളഭാഗം തൂങ്ങിയടർന്നിട്ട് ആ കാലിന്റെ എല്ല് പൊട്ടിയടർന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മജ്ജ പുറത്തേക്ക് പൊട്ടിയൊഴുകുമ്പോ, ബ്ലഡ് കുതിച്ചൊഴുകുമ്പോ നശാത്തിരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ പുന്നാരനബിയുടെ മടിയിൽ കിടത്തിയപ്പോ അതുവരെ ഒരു തുള്ളി കണ്ണുനീര് അബൂ ഉബൈദ തങ്ങളുടെ കണ്ണിൽ നിന്ന് വന്നിട്ടില്ല. ചെറുപ്പക്കാരാ, മുസ്ലിം മുഅ്മിനായ പവറിലാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ മനോഹരമായ മുഖകമലം കണ്ടപ്പോ അബൂ ഉബൈദ തങ്ങൾ കരയാൻ തുടങ്ങി. പുണ്യനബി ചോദിച്ചു, ഉബൈദ, വേദന കഠിനമാണല്ലേ, ക്ഷമിക്കൂ അബൂ ഉബൈദ. അപ്പൊ അവിടെ ഒന്ന് പറഞ്ഞു, ഇല്ലയാ റസൂലല്ലാ, ഇതൊന്നൊരു പ്രശ്നമല്ല നബിയേ.
ഇത് അബൂബൈദക്ക് പ്രശ്നമല്ല നബിയെ. പിന്നെന്തിനാ നിങ്ങൾ കരയുന്നേ? ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടമാരായ മംഗലത്തെ ഉപ്പാ ഉമ്മ ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് നമ്മുടെ നിയന്ത്രണം വിട്ടുപോയില്ലേ? ഒരു പരീക്ഷണം വരുമ്പോഴേക്ക് പടച്ചവനോട് നമുക്ക് കലിയായില്ലേ? ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് നമ്മൾ അസഹ്യത പ്രകടിപ്പിക്കുന്നില്ലേ? കാലിന്റെ തുടം പൊട്ടിയടർന്നു മാറിയപ്പോ അവിടുന്ന് കരഞ്ഞ കാരണം എന്താ? വെഞ്ച കാളം വിട്ട് പിരിന്തോനാണ് വിളിപേർ ഷഹീദാമോ അനപ്പൊന്മാനേ യാ റസൂലല്ലാഹ്. ഇതൊരു പ്രശ്നമല്ല നബിയേ. എന്റെ സങ്കടം അതല്ല. ഞാൻ പടക്കളത്തിന് പുറത്തല്ലേ റസൂലേ. ഇവിടെ വെച്ച് മരിച്ചാ എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമോ? ഇസ്ലാമിലെ പ്രഥമ യുദ്ധമല്ലേ അത്? പ്രവാചക കാലഘട്ടത്തിലെ ആദ്യത്തെ യുദ്ധമല്ലേ അത്? അതിന്റെ നിയതമായ രീതി എന്താണെന്ന് വിശദീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് എവിടെ വെച്ച് ഷഹീദായാലാ ആ കൂലി കിട്ടുക എന്നറിയാത്ത സംശയം ഉന്നയിക്കുന്നത്. ഈ ചോദ്യം അങ്ങ് കേട്ടപ്പോ പൊൻചമ്പകപ്പൂചുൺ തനക്കിയും ആദരവായ റസൂലുള്ളാന്റെ ചെറുഞ്ചിപ്പഴം പോലെ തൊടുത്ത ആദരപുടങ്ങൾ മൊഴിയുകയാണ്. അബൂ ഉബൈദ ചഞ്ചൽ ചഞ്ചൽ ഫളുറ്റ ഷഹീദാകും നീ ഷഹീദാണ് അബൂ ഉബൈദ എന്ന് പറഞ്ഞപ്പോ അതുവരെ കരഞ്ഞിരുന്ന അബൂ ഉബൈദ തങ്ങളുടെ മുഖത്ത് നിലാവുദിക്കുകയാണ്. അവിടുന്ന് ചിരി തൂകുകയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, മലയാളി മുസ്ലിമേ, വേദന കൊണ്ട് പിടക്കുമ്പോഴോ സ്വർഗത്തെ സ്വപ്നം കണ്ട് ചിരിക്കുന്ന അബൂ ഉബൈദ പാട്ടങ്ങ് പാടി അവരെന്റെ കാല് മുറിച്ചു മാറ്റിയാലും ദുനിയാവിലെ പ്രയാസമല്ല. ഇത് നമുക്ക് പാഠമാ ഉമ്മത്തെ. അതുകൊണ്ട് നിരാശപ്പെടരുത്. ബി കോൺഫിഡന്റ്. നിരാശപ്പെടരുത്. പടച്ചോ നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തുണ്ട് മുസ്ലിമേ. നിരാശപ്പെടല്ല മുസ്ലിമേ, സങ്കടപ്പെടല്ല മുസ്ലിമേ. ദുനിയാവിലെ ബേജാറിനെ കണ്ടിട്ട് പടച്ചോനോട് ദേഷ്യപ്പെടല്ല മുസ്ലിമേ. അള്ളാഹു നമുക്ക് അനർഗളമായ സ്വർഗീയ കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട് മുസ്ലിമേ. ഇത് ബദർ സാക്ഷ്യം വഹിച്ച മുഅ്മിനീയത്തിന്റെ അടയാളമാ. ഇത് മജ്ലിസുൻ നൂറിന്റെ സദസ്സാ. ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ അള്ളാനെ പ്രണയിക്കുന്ന ഒരവസ്ഥയിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക്? ഈ ദറജയുടെ 3-ാം പദവിയിൽ ഞാൻ എത്തുമ്പോ നിങ്ങൾക്കത് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ രോമാഞ്ചജനകമായ ചരിത്ര മുഹൂർത്തങ്ങളുടെ ശോണിമഭൂത്ത പടക്കളമാണ് ബദർ. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ തിരിച്ചു വരാം. വേറെ ഒരു സഹാബി, നമ്മുടെ രോമം എഴുന്നു നിൽക്കുന്ന ഒരനുഭവം, രോമാഞ്ചമുണ്ടാകുന്ന അനുഭവം. ഒരു സഹാബി വര്യൻ കുതിച്ചു പായുകയാണ് പടക്കളത്തിൽ. കുതിരകൾ അമറുകയാണ്, ഒട്ടകം ചീറുകയാണ്, വാളിന്റെ ചിൽക്കാര ശബ്ദം മുഴങ്ങുകയാണ്. ഏകാംഗ പോരാട്ടം കഴിഞ്ഞ് കൂട്ടപ്പടയോട്ടം നടക്കുമ്പോ ഒരു സഹാബി കുതിച്ചു പായുമ്പോ പെട്ടെന്ന് വലത്തെ കൈയിനൊരു വെട്ടുകൊണ്ടോ. കണ്ടോ, ഒരു ബ്ലേഡ് കൊണ്ടാൽ വേദനിക്കുന്നവരാ നമ്മള്. ഒരു ബ്ലേഡ് വന്ന് കാണിച്ച വേണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റി പറയാൻ പോലും ധൈര്യപ്പെടുന്നവരാണ് ചിലരെങ്കിലും. അല്ലാഹു കാക്കുമാറാകട്ടെ. കൈയങ്ങ് മുറിഞ്ഞു, ഇത്തിരി തോലിലും മാംസത്തിലുമായി തൂങ്ങിയാടി. ആ സഹാബി വര്യന് ദേഷ്യം വന്നു. പരിശുദ്ധ ദീനിന്റെ ഈ ഖോമത്തിന് വേണ്ടി പടപൊരുതുമ്പോ കൈ തടസ്സമായി. പൊട്ടിയടർന്ന കൈയിന്റെ അസ്ഥി തമ്മിൽ ഉരയുകയാണ്. നല്ല സുഖായിരിക്കുമല്ലേ? അസ്ഥി തമ്മിൽ ഉരയുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വാള് നിലത്തിട്ടു. ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ പിടിച്ചു. ഇവിടെയാണ് മുറിഞ്ഞിട്ടുള്ളത്. ആ മുറി തന്റെ വായിലേക്ക് വെച്ചു. എല്ലു മുറിഞ്ഞിട്ട്
ഒരു ഭാഗത്തെ മാംസം മുറിഞ്ഞു തൂങ്ങി കിടക്കുകയാ. ഈ ഭാഗത്തെ മാംസവും തോലും മാത്രമാണ്. അത് വായിലേക്ക് വെച്ച് കടിക്കുകയാണ്. പക്ഷേ അതിന്റെ ഉള്ളിൽ നിന്നിറങ്ങുന്ന മജ്ജ വെള്ളത്തില്, കൊഴുത്ത മജ്ജയിൽ പല്ല് സ്ലിപ്പാവുകയാണ്. കടിച്ചാല് കിട്ടുന്നില്ല, വഴുകിപ്പോവുകയാണ്. ഉടനെ എന്തു ചെയ്തോ? നിലത്തേക്ക് കൈവച്ചോ. അല്ലാഹുവേ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയാ? നമ്മളാണെങ്കിൽ ബോധം കെട്ടുപോകൂലേ? അത് മുസ്ലിമിയത്ത് കയറിയ, മുഅ്മിനിയത്ത് കയറിയ ബദരീങ്ങളിൽപ്പെട്ടയാളാ. ചവിട്ടിപ്പിടിച്ചു കാലുകൊണ്ട്, നിലത്ത് കൈവെച്ച് റുക്കോയിലെന്ന പോലെ ചവിട്ടിപ്പിടിച്ചു കാലുകൊണ്ട്. എന്നിട്ട് ബിസ്മില്ലാ മുകളിലേക്കങ്ങുയർന്നു. തോലതാ വലിഞ്ഞു 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 പൊട്ടി. മാംസമതാ അലുവ മുറിയുന്നത് പോലെ മുറിഞ്ഞു മുറിഞ്ഞു പാറി. കയ്യങ്ങെടുത്തിട്ടോ മഹാനായ സ്വഹാബി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ടിൽ, അത് ബദർ പടപ്പാട്ടിൽ ആ രംഗം കോരിത്തരിപ്പിക്കുന്ന വരികളിൽ എഴുതിയിട്ടുണ്ട്. വരിപാടി ഞാൻ സമയം കളയുന്നില്ല, ഓർത്തു നോക്ക്. ഇന്ന് പോയിട്ട് ഒരു ബ്ലേഡ് എടുത്തിട്ട്, കുട്ടികളൊന്നും ചെയ്തിട്ടാ, ഞാനൊരു സദസ്സിൽ പറഞ്ഞിട്ടൊരു കുട്ടി അങ്ങനെ ചെയ്തു, കംപ്ലൈന്റ് ആയി. ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ മുറിക്കുക, ഇവിടെ ഇവിടെ, എന്നിട്ട് കുറച്ച് തോല് ചെത്തുക. തോല് ചെത്തി എടുക്കരുത്, ഇങ്ങനെ ചെത്തി ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ വലിച്ച് ചീന്തുക. എങ്ങനെ ഉണ്ടാവും? അങ്ങനെയുള്ള ഒരു പരിപാടിയല്ലേ ചെയ്തത്. എങ്ങനെ മുഅ്മിനെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? അത് മുഅ്മിനിയത്ത് കയറിയതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മൗജൂദു ബികുല്ലി സമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മഅബൂദു ബികുല്ലി മകാൻ. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അത് കിട്ടി നമ്മുടെ ഫൈസലിന്. ഇതിലേതെങ്കിലും അമുസ്ലിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ബദർ യുദ്ധം പറഞ്ഞൊന്ന് പേടിക്കൊന്നും വേണ്ട. എല്ലാ കമ്മ്യൂണിറ്റിയിലും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ ഇവിടെ അമുസ്ലിം ടീച്ചേഴ്സ് ഉണ്ട്, അവരിഞ്ഞ് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറയാണ്. എല്ലാ കമ്മ്യൂണിറ്റിയിലും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ധർമ്മയുദ്ധങ്ങൾ. കുരുക്ഷേത്രം ഉണ്ടായത് അങ്ങനെയല്ലേ? പാണ്ഡവരും കൗരവരും മുഖാമുഖം നിന്നില്ലേ? തേര് തെളിക്കുന്ന ശ്രീകൃഷ്ണൻ അർജുനനെ നോക്കി ചോദിക്കുന്നില്ലേ? ദ ലെജൻഡ് ഓഫ് പുരാണ ഇതിഹാസമാണ്. ഹൈന്ദവ പുരാണ ഇതിഹാസത്തിൽ, ചരിത്രത്തിലെ ഇതിഹാസമാണ് അർജുനൻ. ലക്ഷ്യം തെറ്റാതെ അമ്പെയ്യാൻ കഴിയുന്ന ആള്. അദ്ദേഹത്തിന്റെ അമ്പും വില്ലും നിലത്ത് വീണ് കിടക്കുക, എന്തോ കണ്ടതുപോലെ തരിച്ചു നിൽക്കുക. അപ്പൊ യുദ്ധഭൂമിയിൽ വെച്ച് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അല്ലയോ അച്യുത, എന്താണ് തളർന്നുപോയത്? എന്താ നിസ്സഹനായി പോയത്? യുദ്ധത്തിന്റെ ശംഖനാദം മുഴങ്ങുമ്പോ ഇങ്ങനെ തരിച്ചു നിൽക്കുന്നത് എന്താ? അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മാധവ, ആരുടെ കഴുത്താണ് ഞാൻ വെട്ടേണ്ടത്? ആരെയാ ഞാൻ കൊല്ലേണ്ടത്? എന്റെ കുടുംബക്കാരെ, എന്റെ ബന്ധുമിത്രാദികളെ, എന്റെ സ്നേഹജനങ്ങളെ, ഗുരുക്കന്മാരെ, ആര്? ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ ചോദ്യത്തിനു മുമ്പിൽ ശ്രീകൃഷ്ണന്റെ നാവിൻ തുമ്പിലൂടെ ഭഗവത്ഗീതയുടെ ആദ്യ ശ്ലോകധാരകൾ പെയ്തിറങ്ങുകയാണ്. യഥാ യഥാ ഹ്യധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദത്മനം സൃജാമ്യഹം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഞാനത് പാടാത്ത സമയപരിധി ഉണ്ട്. എന്താ പറഞ്ഞത്? ഇത് ധർമ്മയുദ്ധമാണ് അർജുന. അതുകൊണ്ട് അമ്പും വില്ലെടുക്ക്. ഇത് സത്യത്തിന് വേണ്ടി അസത്യത്തിനെതിരെ, വെളിച്ചത്തിന് വേണ്ടി ഇരുട്ടിനെതിരെയുള്ള യുദ്ധമാണ്. ഇത് കുരുക്ഷേത്രം കൊണ്ട് അവസാനിക്കില്ല. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് യുഗങ്ങളിലേക്ക് അവതരിക്കും ഞാൻ അവതാര പുരുഷനായി. എപ്പോഴൊക്കെ അധർവം കൊടികൊള്ളുന്നുവോ അപ്പൊ ഞാൻ വരും. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരല്ല. ഹുലൂലുവാദം നമുക്കില്ല, അവതാര വിശ്വാസം നമുക്കില്ല. പക്ഷെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു. കൽക്കിയായി, വരാഹമായി, മത്സ്യമായി, കൂർമ്മമായി, നരസിംഹമായി ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണൻ. ഞാൻ ഗുരുവായൂരുന്നാ വരുന്നത്, അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ അവിടെയുണ്ട്. അപ്പോ എവിടെയെങ്കിലും ബദർ കേൾക്കുമ്പോഴത്തെ ഇപ്പൊ ഒരു സ്വാമിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വാട്സപ്പിൽ അത് വൈറലായിരുന്നു. കേട്ടോ നിങ്ങൾ ആരെങ്കിലും? കേട്ടോ? ഒരാളെങ്കിലും പറയും കേട്ടില്ല. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേട്ടില്ലേ? തെറ്റായി വായിച്ചതിന്റെ കുഴപ്പം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചത്. അദ്ദേഹം അങ്ങനെ പറയുന്ന ആളൊന്നുമല്ല, നമുക്ക് പരിചയമുള്ള ഒരാളാണ്. ഞാൻ തിരുത്തി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. അപ്പോ ഞാൻ പറയുന്നത്, യുദ്ധം എന്നൊക്കെ കേട്ടിട്ട് വെട്ട് കുത്തുന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട.
അതൊരു ധർമ്മയുദ്ധമാണ്. എല്ലാ സമൂഹത്തിലും അതുണ്ടായിട്ടുണ്ട്. അപ്പൊ മുസ്ലിം മുഅ്മിനായി മാറണം. അത് രണ്ടും യഥാർത്ഥത്തിൽ ഒന്നാണ്. ബാങ്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കേൾക്കണില്ല. കേൾക്കുന്നുണ്ടോ? ഇവിടെ ഉസ്താദുണ്ട്. ബാങ്കിന്റെ ലഫ്ള് കൃത്യമായി കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രതികരിക്കേണ്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ എത്ര ആൾ അതിന് ജവാബ് കൊടുത്തു? കാരണം കേട്ടിട്ടില്ല. കേൾക്കണം ശരിക്കും. അപ്പോ സാരില്ല. അപ്പോ അള്ളാഹു നമ്മളെ യഥാർത്ഥ മുസ്ലിങ്ങളും യഥാർത്ഥ മുഅ്മിനീങ്ങളുമാക്കി തീർക്കുമാറാകട്ടെ. രണ്ടും ഒന്ന് തന്നെയാണ്. ചില ആൾക്കാർ രണ്ടും വേറെ വേറെ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ നമ്മളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇസ്ലാം പറഞ്ഞൊരു മുസ്ലിമിനെ കുറിച്ചല്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ വരും. മുഅ്മിൻ എന്നതാണ് രണ്ടാമത്തെ ഒരു സ്റ്റേജ്. ഇതിന്റെ ദർജ രണ്ടാമത്തെ ഒരു സ്റ്റേജ്. അതിനെക്കുറിച്ച് അള്ളാഹ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഞാൻ നിങ്ങൾക്ക് ലാഭമുള്ള ഒരു കച്ചവടത്തെ അറിയിച്ചു തരട്ടെയോ? തുൻജികും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം ഞാൻ അറിയിച്ചു തരട്ടെയോ? ഇത് അറേബ്യൻ കമ്മ്യൂണിറ്റിയുടെ ആ കാലഘട്ടത്തിൽ ഈ ചോദ്യം ഉയരുമ്പോൾ കച്ചവടത്തിന് വലിയ താല്പര്യം കാണിക്കുന്ന ഒരു സമൂഹമായിരുന്നു. മുകളിൽ ആകാശവും താഴെ മരുഭൂമിയും ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് ഷാമിലേക്കും യമനിലേക്കും കച്ചവട സംഘങ്ങളായി പോയിരുന്ന അറബികളുടെ മുന്നിലാണ് ഈ ചോദ്യം. ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. ഖുർആൻ കാലാതീതമായ ഗ്രന്ഥമാണ്. ഇന്ന് കച്ചവടത്തിൽ വലിയ താല്പര്യമുള്ള ഒരു സമൂഹമല്ലേ. വെറുതെ അടക്ക കച്ചവടം, മത്തി കച്ചവടം എന്ന് മാത്രമല്ല, എല്ലാം കച്ചവടം. മതം കച്ചവടാക്കിയ ആൾക്കാരില്ലേ, ആത്മീയത കച്ചവടാക്കിയ ആൾക്കാരില്ലേ, രാഷ്ട്രീയം കച്ചവടമാക്കിയ ആൾക്കാരില്ലേ, സ്പോർട്സ് കച്ചവടമാക്കിയ ആൾക്കാരില്ലേ, എല്ലാം സ്നേഹം കച്ചവടമാക്കിയ ആൾക്കാരില്ലേ. ആരെയാണ് വിശ്വസിക്കുക? ഒരാൾ യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ ഈ ലോകത്ത്? ഇല്ല. ഇപ്പുറത്തിരിക്കണവരൊക്കെ കരുതി വാട്സപ്പിൽ ഒരു ഹായ് വന്നപ്പോഴത്തേക്കും മാണിക്കക്കല്ലിനോട് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും. ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ അതേ ഹായ് കോപ്പി പേസ്റ്റ് ചെയ്ത് 10 ആൾക്ക് വേറെ ബൾബം ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് ഈ മാണിക്കക്കല്ല് അറിയണില്ലട്ടാ. ഒക്കെ കച്ചവടമാണ്, എല്ലാം കച്ചവടം. അപ്പൊ ഖുർആന്റെ ആ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ലാഭമുള്ള ബെനിഫിറ്റായ ബിസിനസ് ഞാൻ പറയട്ടെയോ? അത് നമ്മുടെ ക്യൂരിയോസിറ്റിയെ ഉയർത്തുകയാണ് അല്ലാഹു. അല്ലെ, നമുക്കൊരു ആകാംക്ഷയായിപ്പോ ഏതാണ് ഈ ലാഭമുള്ള കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ്.
ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കലാണ്, റസൂലുള്ളാഹിയെ വിശ്വസിക്കലാണ്. ആ രണ്ട് വിശ്വാസത്തിന് വേണ്ടി സമരം ചെയ്യലാണ്. ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും. ഇവിടെ ശരിക്ക് സമരം ചെയ്യുന്ന വേണമെന്നാണ് ഈ പറഞ്ഞത്. പക്ഷെ അത് ഏത് ലോകത്ത് ഏത് കാലത്ത് എല്ലാ സ്ഥലത്തും നടക്കൂല. ഇവിടെ ഒരു പക്ഷെ ശരീരം കൊണ്ട് യുദ്ധം ചെയ്യൽ അനിവാര്യമായ ഒരു അവസ്ഥയാകില്ല. പക്ഷെ അങ്ങനെയല്ല റോഹിംഗ്യയിൽ, അങ്ങനെയല്ല സിറിയയിൽ, അങ്ങനെയല്ല പാലസ്തീനിൽ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട സമരം എന്താ? ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങൾ യുദ്ധം ചെയ്യണം. ഞങ്ങൾ പിരിവരാൻ പറയല്ല കേട്ടോ, എന്റെ പറച്ചലിൽ അങ്ങനെ ഒരു ലക്ഷ്യമേ ഇപ്പൊ ഇല്ല, അത് തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ കണ്ടന്റ് നമുക്ക് എടുക്കാം. തുഅ്മിനൂന ബില്ലാഹ്, 2000 സ്ക്വയർ ഫീറ്റ് 20,000. ഞാൻ പേടിച്ചു. ഇതേമാതിരി നിർത്താൻ വേണ്ടി ഒരു എഴുത്ത് തരുമോ? നിർത്തണ എന്നാ കൈ എങ്ങനെ പിടിച്ചാണി? മാണിക കല്ലുകളെ താത്തണ്ട, കഴിഞ്ഞല്ലത്തെ ഓർമ്മയിൽ താത്തണ്ട. ആ കുട്ടികളൊക്കെ ഉറക്കൊരാമയും പറ. അല്ല വേറെ ചെറുവാൾ ഉത്സവം ഇപ്പൊ എത്തും, അപ്പൊ കൂട്ടപ്രാർത്ഥന ഉണ്ടാവും. ഇപ്പൊ ചെറിയ ആമി ഉറക്കപ്പറ. എന്തൂട്ട് ഒന്നും ഉറക്കപ്പറിഷ്ട എത്തിണ്ട. ചെറുവാൾ ഉത്സവം എത്തി. അള്ളാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ദീർഘായുസ് നൽകണമേ. നന്നായിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. അള്ളാഹു മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇത് ഓൺലൈനിൽ എന്നും എല്ലാവരും കേൾക്കണതാ. കഴിഞ്ഞല്ലോ ഇവിടുന്നൊക്കെ ഭയങ്കര അമീനായിരുന്നു. അപ്പൊ പോട്ടെ, സമയമില്ല. ഒരൊറ്റ തമാശ ഞാൻ പറയാറില്ല, പറയാനായിട്ട് സമയമില്ല. അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അള്ളാഹിനെ വിശ്വസിക്കുന്നുണ്ടട്ടാ. ആര്? നമ്മളൊക്കെ ഇല്ലേ? പടച്ചോൻ ഏകനാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കണില്ലേ? പക്ഷെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടില്ല മുഅ്മിനീങ്ങളെ. അവിടെയാണ് പ്രശ്നം. നമ്മൾ അള്ളാഹിനെ പേടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എത്ര സമയം പറയുന്നതല്ല, എന്ത് പറയുന്നു ഒക്കെ. നമുക്ക് അള്ളാഹിനെ ഭയങ്കര പേടിയാ. അള്ളാഹിനെ നമ്മൾ സ്നേഹിക്കാറില്ല. അത് നിങ്ങളുടെ കുഴപ്പമില്ല, എന്റെ പോലത്തെ ചില ആൾക്കാരുടെ കുഴപ്പം. എന്താ കാരണം? ഓൺലൈൻ ഒന്ന് കട്ടാക്കിക്ക, പൗസാക്കിക്ക, അവരോട് വെയിറ്റ് ചെയ്യാൻ പറയും. നീ പറയണത് ഓൺലൈനിൽ വിടണ്ട. എന്താ കാരണം? എവിടേക്ക് വയലിന് വിളിച്ചാലും 5 വിഷയങ്ങളാണ് സംഘാടകർ സജസ്റ്റ് ചെയ്യാറുള്ളത്. 1, മരണം, നല്ല കാര്യം. 2, ഖബർ, അത് അതിലേറെ നല്ല കാര്യം. 3, മഹ്ശറ, അത് അതിലേറെ നല്ല കാര്യം. 4, നരകം. 5, ഖിയാമത്ത് നാൾ. ഈ 5 എണ്ണം പറയാൻ എല്ലാ കമ്മിറ്റിക്കാരും ഇത് കാണാപ്പാടം പിടിച്ചേക്ക. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മരണം പറഞ്ഞാൽ നിങ്ങൾ കരയും. ഞാൻ മരണം പറയാതെ തന്നെ നിങ്ങൾ കുറച്ച് മുമ്പ് കുറെ ആൾക്കാർ കരഞ്ഞില്ലേ? മരണം പറഞ്ഞാൽ അതിനേറെ കരയും, ചിലർ ബോധം കെടും. അപ്പൊ പിരിവ് ചോദിച്ചാൽ സംഭാവന കൂടും. ദാറ്റ് ഇസ് എ സൈക്കോളജി. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല കേട്ടോ, അതപകടമാണെന്ന് കരുതിയിട്ട്. മരണം പറയേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും അള്ളാഹു പാവാന്നെന്താ പറയാത്ത, അള്ളാഹു സ്നേഹാന്നെന്താ പറയാത്ത? അതുകൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചരയത്. ഞാൻ പറയാം, നിങ്ങൾ കൃത്യമായി ശ്രദ്ധയോടെ ഒരു വയലിന്റെ ഈണത്തിൽ കേൾക്കരുത്. പതിറ്റാണ്ടുകളായി അള്ളാഹുവിനെ പേടിക്കാനുള്ള കൽപ്പനകളാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ അത് വേണം. ഖുർആനിൽ അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞത് മുബശ്ശിറൻ വനദീറാ, ആദ്യം സന്തോഷ വാർത്ത അറിയിക്കുന്നവെന്നാ പറഞ്ഞു. നമ്മൾ എന്ത് സന്തോഷ ജനങ്ങളെ അറിയിക്കുന്നത്? നമ്മളെപ്പോഴും നദീറാൻ, നരകമുണ്ട് കേട്ടോ, ഖബറിലെ അദാബോ. അത് ഞാൻ പരിഹസിക്കല്ല. ആ പരിഹസിച്ച ഇസ്ലാം ഒന്ന് പുറത്താണ്ട് പോവും. ഖുർആന്റെ ഹദീസിന്റെ നെസ്സാണ് നരകും ഖബറും ഒക്കെ. പക്ഷെ അത് പറയട്ടെ. പക്ഷെ ഒരു തവണയെങ്കിലും അള്ളാഹു സ്നേഹമാണ് കേട്ടോ, അള്ളാഹു നിങ്ങളോട് വാത്സല്യമുള്ളവനാണ് കേട്ടോ, എന്തേ പറയാത്തത്? അള്ളാഹുവിന്റെ ആരിഫീങ്ങള്, ഔലിയാക്കന്മാർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു. അത് ഭയപ്പെടുന്നതിന്റെ കൂടെ സ്നേഹം. ഖൽബുൽ മുഅ്മിൻ ബൈനൽ ഖൗഫി വർ-റജാ, ഒരു മുഅ്മിനിന്റെ ഹൃദയം എപ്പോഴും, അതേ രണ്ടാമത്തെ പദവിയിലെത്തിയപ്പെട്ടവന്റെ ഹൃദയം എപ്പോഴും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും മധ്യയാണെന്ന് തിരുദൂതരെ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെവിടെ പ്രതീക്ഷിച്ചിട്ടുള്ളത്? പേടിച്ച് ആൾക്കാർ പള്ളിക്ക് തന്നെ പോവാതായില്ലേ? സ്നേഹിച്ചിട്ട് ആൾക്കാരെ അടുപ്പിക്കാൻ എന്താ നമുക്ക് പറ്റാത്തത്? ഇനി കുറച്ച് അങ്ങനെയും പറയാലോ. ആഗോള വ്യാപകമായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജനങ്ങളോട് പറയുന്നത് എന്താന്ന് നിങ്ങൾക്കറിയോ? ഞായറാഴ്ചയിലെ കുർബാനകളിൽ പള്ളിയിലച്ചന്മാരുടെ പ്രസംഗത്തിന്റെ തോട്ട്സ് എന്താന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്, ഹല്ലേലൂയ, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു എന്ന്. ബേജാറും വിഷമമുള്ള ഒരു ഉമ്മത്താണ് ഈ കാലത്തില് ഉപഭോഗ സംസ്കാരം സൃഷ്ടിച്ച, യാന്ത്രിക സംസ്കാരം സൃഷ്ടിച്ച, ആധുനിക സംസ്കാരം സൃഷ്ടിച്ച വേദനയിലും ബേജാറിലും വിഷമത്തിലും പ്രയാസങ്ങളിലും ഇരിക്കുന്ന ഒരു ജനതയോട് ഖബറിലെ അദാബിനെ കുറിച്ച് മാത്രം പറയുമ്പോ അല്ലാഹു കാരുണ്യമാണ് എന്തേ നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത്? ലോകവ്യാപകമായി ക്രിസ്ത്യാനിറ്റിയിലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ ഒഴുകിയത്? ഇത് ഇപ്പൊ തിരിച്ചു പറയാൻ തുടങ്ങി യൂറോപ്പിൽ. ഇന്ന് യൂറോപ്പിൽ ഇസ്ലാം ചടുലമായി മുന്നേറുന്ന ഒരു പ്രസ്ഥാനമാ. മനസ്സിലായോ നിങ്ങൾക്ക്? യൂറോപ്പിൽ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകളൊക്കെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. കാരണം അവരിലേക്ക് ഇപ്പോൾ പ്രയോഗിക്കുന്നത് സ്പിരിച്വൽ ഇസ്ലാമാ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഇസ്ലാം പറഞ്ഞിട്ട് മുരടിച്ചു പോയില്ലേ നമ്മുടെ മനസ്സ്? നദ്വത്തുൽ മുജാഹിദുകാരന്റെ സമഗ്ര ഇസ്ലാം പറഞ്ഞ് മുരടിച്ചു പോയില്ലേ നമ്മുടെ മനസ്സ്? അള്ളാഹുവിന്റെ ആരിഫീങ്ങളാ മഹാനായ ഇന്ത്യയുടെ രാജകുമാരൻ സുൽത്താൻ ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻ ഒരു നോട്ടം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് വഴി നടത്തി. ഇന്ന് പ്രസംഗങ്ങളും ക്ലിപ്പുകളും സീഡിയും ഉണ്ടായിട്ടും ഒരു മതക്കാരൻ ഈ ദീനിലേക്ക് എന്തേ വരാതെ പോയത്? സിംബോളിക് ഇസ്ലാമാ നമ്മൾ പറയുന്നത്. ഞാൻ ഈ പറയുന്ന വിഷയത്തിന്റെ ഒരു ചൈതന്യം പോലെ അഭിവന്ദരായ ചെറുവാളൂർ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര സുപ്രീം കൗൺസിൽ അംഗം, തൃശൂർ ജില്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ, തൃശൂർ ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷന്റെ അഭിവന്ദനായ പ്രസിഡന്റ്, തൃശൂർ ജില്ലയിൽ ഞങ്ങൾക്ക് അമരനായകത്വം നൽകുന്ന കേരളത്തിലെമ്പാടും, അതങ്ങ് ദൂരെ ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള സദസ്സുകളിൽ പ്രാർത്ഥനയുടെ മൗനമന്ദസ്മിതമായി ഒരു ജാടകളുമില്ലാതെ ദുആ ചെയ്ത് അള്ളാഹുവിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ശൈഖുനാ ചെറുവാളൂർ ഉസ്താദ് നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ലക്കൽ ഹംദു യാ അല്ലാഹ്. നിങ്ങളുടെ അടുത്ത നാട്ടുകാരനാണ്, പക്ഷെ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. മക്കത്ത് തന്നെയാണല്ലോ അബൂജഹൽ ഉണ്ടായത്. അബൂജഹലിന് റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല, തൊട്ടടുത്തുണ്ടായിട്ട്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ, നിങ്ങൾ നെഗറ്റീവ് മാത്രം എടുക്കരുത്. ഏലംകുളം ഇവിടെ ഒരു പാലം കിടന്ന ഏലംകുളായില്ലേ? ഒരു പാലം കിടന്ന ഏലംകുളായില്ലേ? എന്താ ഉണ്ടാത്ത്? ആണോ? എന്റെ ഒരു ചെറിയ വിവരം അനുസരിച്ച് അങ്ങനെയാണ്. ഇനി എല്ലാ കൊല്ലവും കൂടെ ദ്വാരക്കാരനും കൂടെ വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ ഹബീബിങ്ങളെ കുറച്ചേരം ഉസ്താവും പ്രസംഗിക്കും, നമ്മുടെ മറ്റേ ഉസ്താവിന് പ്രസംഗിക്കണില്ല എന്ന് പറഞ്ഞു. എന്തായാലും അവരുടെ സാന്നിധ്യം തന്നെ നമുക്ക് വലിയ അനുഗ്രഹമാണ് രണ്ടാളുടെയും. നിങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഉസ്താവ് എന്നും കാണുക കാരണം കൊണ്ടൊന്ന് ചെറുതായി തോന്നും വേണ്ട. ഞാൻ ഉസ്താവിടെ മുമ്പിലുള്ള കൊണ്ടൊന്നും പറയണില്ല. ഒരു പണ്ഡിതന്റെ ഏറ്റവും വലിയ മഹത്വം വലിയ പ്രസംഗിക്കാൻ കഴിയാന്നുള്ളതൊന്നുമല്ല. പ്രസംഗം ഒരു മഹത്വമൊന്നുമല്ല, അതൊരു ആർട്ടിഫിഷ്യൽ പരിപാടിയാണ്. കുറെ ആലിമീങ്ങളെ ദീനി ഉലൂമിന്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തി എന്നുള്ളത് തന്നെ അതല്ലേ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹത്വം. അങ്ങനെയാണെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉസ്താദ്. അള്ളാഹു ഒരുപാട് കാലം നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, എന്താ പറഞ്ഞത്? നമ്മൾ സ്പിരിച്വൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നില്ല. ആത്മീയത പഴഞ്ചനാണെന്ന് എല്ലാവർക്കും അല്ലേ? നിങ്ങൾക്കറിയോ, മോഡേൺ കുട്ടികൾ വരുന്ന ആത്മീയതയാണ് അന്വേഷിക്കുന്നത്. ഞാൻ ഉത്തരവാദിത്വബോധത്തോടെ പറയാ, SKSFന്റെ കീഴിൽ സൈത്തൂന് എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ടാക്കി ഞങ്ങൾ. ഓൺലൈനിൽ ഒന്നുകൂടി അമർത്ത് സാലിയെ, ചിലതൊന്നും പുറത്തു പറയേണ്ടതില്ല.
പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് അവിടെ വന്നത്, പെൺകുട്ടികൾക്ക് മാത്രമായി. കുസാറ്റിലെ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന്, മഹാരാജാസ് കോളേജിൽ നിന്ന്, ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന്, അത്തരം പ്രൊഫഷണൽ കോളേജുകളിലെ ബിരുദാനന്തര വിദ്യാർത്ഥിനികൾക്കായി നടത്തിയ സൈത്തൂന ക്യാമ്പ് ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 320-ലേറെ മക്കൾ അതിൽ ക്ലാസ്സിനെത്തി. നിങ്ങൾക്ക് ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു സന്തോഷം പറഞ്ഞുതരാം. ഞെട്ടണ സന്തോഷങ്ങളുണ്ട്. അവിടെ അവർ വലിയ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തത് ഖുർആനും ശാസ്ത്രവും, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ്, കരിയർ ഗൈഡൻസ്, ഇങ്ങനെയൊക്കെ തുടങ്ങി അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളായിരുന്നു. അതിലൊന്ന് ആരംഭ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. 3 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് അവർ ഫീഡ്ബാക്ക് നൽകിയതിൽ പേജുകളോളം 99.09 കുട്ടികളും എഴുതിയത്, അതായത് 300-ലേറെ കുട്ടികൾ ഫീഡ്ബാക്ക് എഴുതിയത്, ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത്, ഞങ്ങളെ സ്വാധീനിച്ചത് ഹബീബുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ സ്നേഹമാ. ഞാനിത് ചലഞ്ച് ചെയ്ത് പറയുകയാണ്. കുസാറ്റിലെ അന്ന് ജീൻസ് ഇട്ട് വന്ന പെൺകുട്ടികളെന്ന് പർദ്ദ മാത്രമല്ല, മഫ്ത മാത്രമല്ല, 2 കണ്ണു മാത്രമേ കാണുന്നുള്ളൂ. അവരോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ? ആരും പറഞ്ഞതല്ല, ഒരു പ്രസംഗത്തിലും അങ്ങനെ ഇടാൻ പറഞ്ഞല്ല. അവര് പറഞ്ഞത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടു ഉസ്താദേ, ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടു. കുസാറ്റിലെ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, ഞാൻ വേണമെങ്കിൽ സ്വകാര്യമായി അവരെ പരിചയപ്പെടുത്തി തരാം, പരസ്യം ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനും നിങ്ങളും കണ്ടോ അല്ലാഹുവിന്റെ റസൂലിനെ ഒരു രാവിലെങ്കിലും കിനാവായി കനിവായി മദീനയുടെ നായകൻ നമ്മുടെ സ്വപ്നത്തിലെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ആത്മീയതക്ക് ദാഹിക്കുന്ന ഒരു ഉമ്മത്ത് ഇവിടെ ഉണ്ട്. നമ്മൾ ഈ തിരക്കുകളിലും അലങ്കാരങ്ങളിലും ആടകളിലും രമിച്ചു പോവുകയാണ്. നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ. അതുകൊണ്ട് അന്വേഷണത്തിന്റെ ആത്മയാനങ്ങൾ നിങ്ങൾ തുഴയാൻ ശ്രമിക്കും. അത് നിങ്ങൾ അത്തിപ്പറ്റയിൽ എത്തിക്കുമാറാകട്ടെ. ഞാൻ പ്രായമുള്ളവരോടല്ല പറഞ്ഞത്, അവരോട് പറയേണ്ട കാര്യമില്ല, ചെറുപ്പക്കാരോട്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, MBA-ക്കും BBA-ക്കും ഹയർ എഡ്യൂക്കേഷനും പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, നിങ്ങൾ തലകെട്ട് കെട്ടണ്ട, ഫുൾ സ്ലീവ് ഷർട്ട് ഇടണ്ട, നിങ്ങൾ റഫ് ആൻഡ് ടഫ് ജീൻസ് തന്നെ ഇട്ടോളൂ, നിങ്ങൾ റോയൽ ഷർട്ട് തന്നെ ഇട്ടോളൂ, നൈക്കിന്റെ എന്താ പറയാ ഷൂ തന്നെ ഇട്ടോളൂ, നിങ്ങൾ അതിലൊന്നും മാറ്റം വരുത്തണ്ട. പക്ഷേ മുഹമ്മദു എന്ന് കേൾക്കുമ്പോൾ കരയുന്ന ചെറുപ്പക്കാരുണ്ട്. വസന്തത്തിന്റെ ഇടിമുഴക്കം പോലെ, നവജാഗരണത്തിന്റെ ഇടിമുഴക്കം പോലെ നമ്മുടെ ഉമ്മത്ത് മാറുന്നുണ്ട്. എന്തുകൊണ്ട്? ആത്മീയത അത്രയും വലിയൊരു സംഭവമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോഴാണ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയുടെ സ്നേഹവലയത്തിലേക്ക് ഈ അമ്പറ്റകളെ പോലെ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ വന്നു. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന് പറയുന്ന സോള സാമ്രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാവിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സ്നേഹം പറഞ്ഞു. മഹാനായ ദക്ഷിണേന്ത്യയുടെ സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ ഇർബാദ് 10,000-ങ്ങളാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നത്. ഇന്നൊരു കുട്ടി വരുന്നുണ്ടോ? ഒരു കുട്ടി അഥവാ വരുന്നുണ്ട്. ഈ പിരിവിന് സർട്ടിഫിക്കറ്റ് പൊന്നാനിന്ന് കിട്ടാനല്ലേ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അഥവാ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണിനെ പ്രേമിച്ചിട്ട് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ മുസ്ലിം ആകുന്നത്. അള്ളാഹുവിന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്. എന്റെ നാട്ടുകാരിയാണ് മാധവിക്കുട്ടി. നിങ്ങൾ അറിയും മാധവിക്കുട്ടിയെ അല്ലേ? കമല സുറയ്യ, നാലപ്പാട്ട് നാരായണ മേനോന്റെ പ്രിയപ്പെട്ട മകൾ ബാലാമണിയമ്മ എന്ന് പറയുന്ന കേരളം മിണ്ടക്ക് പ്രസവിച്ച പ്രിയപ്പെട്ട കവിയത്രിയുടെ മോൾ. മൈ ലൈഫ് എന്ന് പറയുന്ന നോവലിലൂടെ അശ്ലീല കഥ എഴുതിയ പെണ്ണ്, ലോക കാവ്യ സാഹിത്യത്തിന്റെ ആകാശം കയറിപ്പറ്റിയ മാധവിക്കുട്ടി ഇന്നെവിടെയാ കിടന്നുറങ്ങുന്നത്? പാളയംപള്ളിയുടെ ഖബർസ്ഥാനിൽ ഗുൽമോഹർ മരത്തിന്റെ താഴെ കമല സുറയ്യ എന്ന പേരിലാ കിടന്നുറങ്ങുന്നത്. മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിൽ അവരെഴുതി, എന്തുകൊണ്ടാണ് ഇസ്ലാം, എന്തുകൊണ്ടാണ് ഞാൻ മുസ്ലിമായത്? അള്ളാഹു സ്നേഹമാണെന്ന് ചിന്തിച്ചിട്ടാണ്. ആ സ്നേഹവലയത്തിലാണ് എന്നും സ്നേഹത്തിനു വേണ്ടി കൊതിച്ച പെണ്ണ് അള്ളാഹുവിന്റെ സ്നേഹം കണ്ടപ്പോഴാണ് ഇസ്ലാമിലേക്ക് വന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകം വായിച്ചിട്ടല്ല, സമഗ്ര ഇസ്ലാം കണ്ട് ശാസ്ത്രീയ അടിത്തറയുണ്ട് ഇസ്ലാമിന് കണ്ടിട്ടല്ല, ഖുർആനിലെ വരികൾക്ക് ശാസ്ത്രീയ അടിത്തറയുണ്ട് എന്ന് കണ്ടിട്ടല്ല. അല്ലാഹ് സ്നേഹമാണ്,
ചേർത്തു പിടിക്കുന്ന വാത്സല്യമാണ്. തിരിച്ചറിഞ്ഞിട്ടാണ് മാധവിക്കുട്ടി കേവലം പൊട്ടത്തിയല്ലല്ലോ, അവര് എത്രയേറെ പുസ്തകം എഴുതിയ ആളാ. അതാണ് ഹിദായത്തിന്റെ മഹാവെളിച്ചം. ഫൈസലില്ലേ, ഫൈസല്, ഞാൻ വിഷയത്തിന് മാറുകയല്ല. ചെമ്മാട്ടങ്ങാടിയിലെ ഫൈസല് ചെറുപ്പക്കാരാ, അമുസ്ലിമായി കുഫിരിയത്തിന്റെ ഇരുട്ടിൽ കിടന്ന അയാള് അനിൽകുമാർ ഹിദായത്തു ലഭിച്ചു, വെളിച്ചം ലഭിച്ചു. മുസ്ലിമായപ്പോ അവന്റെ മുഖത്ത് പുഞ്ചിരിയല്ലേ കണ്ടത്. ആകാൻ പറ്റുമോ നമുക്ക്? അമുസ്ലിമീയത്താകാൻ പറ്റുമോ? ഗൾഫിൽ ജോലി ചെയ്യുമ്പോ അവിടുത്തെ പള്ളിയുടെ ടോയ്ലറ്റ് അവൻ വൃത്തിയാക്കിയിരുന്നു അത്രേ. ആരും പറഞ്ഞിട്ടല്ല. അള്ളാനെ ഇബാദത്തെടുക്കാൻ വരുന്നവരെ സഹായിക്കാൻ അവസരം ചോദിക്കുമത്രേ. അറബികളോട് ഞാനൊന്ന് ബാങ്ക് കൊടുക്കട്ടെ. ജീവിതത്തിന്റെ ഒരു വസന്തം മുഴുവൻ ഇരുട്ടിൽ ജീവിച്ചവൻ പള്ളിയിൽ അവൻ അറിയുന്ന രീതിയിൽ ബാങ്ക് കൊടുത്തു അത്ര. ചെമ്മാടവൻ വന്നപ്പോ അമുസ്ലിം സഹോദരങ്ങൾ അവനക്ക് സഹായം ചെയ്തു. അതേ ഹിന്ദുക്കൾ അവനെ സഹായിച്ചു. നിനക്ക് ഭീഷണിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാം, നിങ്ങളിത് കേൾക്കണം. മുസ്ലിങ്ങളോടൊപ്പം ഹിന്ദുക്കളും അവന്റെ പിന്നാലെ നടന്നു. ആരെങ്കിലും അവനെ കൊന്നുകളയുമോ എന്ന് പേടിച്ചിട്ട്. എന്തിനാ ഹിന്ദു അവനെ സഹായിച്ചത്? ദീൻ മാറിയപ്പോ അവന്റെ സ്നേഹം കണ്ടിട്ട്. ആരോടും ലാളിത്യം, ആരോടും ചിരി, ഒരാളോടും വിദ്വേഷമില്ലാത്ത ആ സ്നേഹത്തിന്റെ മുന്നിൽ ഹിന്ദുക്കൾ അവന് പ്രൊട്ടക്ഷൻ കൊടുത്തു. ഞാൻ ചെമ്മാട് പോയി ഇത് പ്രസംഗിച്ചവന് അവര് പറഞ്ഞതാണ് ഈ സത്യം. പക്ഷേ എല്ലാ സമൂഹത്തിലും ഉണ്ടാകും ഇരുട്ടിന്റെ ശക്തികൾ. അവൻ ഗൾഫിലേക്ക് ഭാര്യയോട് പറഞ്ഞില്ലേ, നിനക്ക് വേണമെങ്കിൽ ദീനിലേക്ക് വാ, വന്നില്ലെങ്കിലും ഞാൻ നിന്നെ സംരക്ഷിക്കും, പക്ഷേ എന്റെ കൂടെ ജീവിക്കണമെങ്കിൽ നീ മുസ്ലിമാകണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് നിർബന്ധിക്കാനാവില്ല. അവൻ അറിയുന്ന രീതിയിൽ അഡ്വൈസ് ചെയ്തപ്പോ ഭാര്യ മുസ്ലിമായില്ലേ, മക്കൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ, സന്തോഷഭരിതമായ ജീവിതം. ആഹ്ലാദിക്കൂ ചെറുപ്പക്കാരാ. പാപ്പയും ഉമ്മയും മുസ്ലിമായതിന്റെ പേരിൽ മുസ്ലിമായ ആളാ ഞാൻ. എനിക്ക് ആ പാരമ്പര്യത്തിന്റെ ഒരു ഗരിമ മാത്രമേ ഉള്ളൂ. ഹിദായത്തിന്റെ മഹാപ്രകാശത്തിന്റെ രുചി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പലർക്കും കഴിഞ്ഞിട്ടില്ല. അയാൾക്കത് ലഭിച്ചു. അവൻ ഇരുട്ടിൽ നിന്നാണ് വെളിച്ചത്തിലേക്ക് വന്നത്. ഇരുട്ടിന്റെ മറവിൽ നാളെ പുലർച്ചെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കുടുംബക്കാരെ എടുക്കാൻ ഇരുളിന്റെ മറവിൽ അള്ളാഹുവാണ് തുണ എന്ന് കരുതി പോയി. അള്ളാഹു തുണയായില്ലേ അവന്? നമ്മുടെ ചിന്തയിൽ അള്ളാഹു അവനെ കൈവിട്ടു എന്നാകും. അല്ല മക്കളെ, അല്ല മക്കളെ, അള്ളാഹു അവന്റെ കൂടെയുണ്ടായി. അവന്റെ അടിവയറ്റിലേക്ക് തണുത്ത കടാര പൊളഞ്ഞിറങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവൻ വിളിച്ചു പറയുമ്പോൾ ഇല്ലീനിലേക്ക് അവന്റെ ആത്മാവുമായി അസ്റായീൽ കയറിപ്പോകുമ്പോൾ കസ്തൂരിയുടെ സുഗന്ധം വമിച്ച് ആകാശലോകം കോരിത്തരിച്ചിട്ടുണ്ടാകും. മുസ്ലിമായ ശേഷം അവൻ പാപം ചെയ്തിട്ടുണ്ടാകില്ല. അല്ലേ? സ്വർഗത്തിലെ പച്ചപ്പനന്തത്തെയായി ഞാനിത് പ്രസംഗിക്കുമ്പോ ഫൈസല് വിദൂര പദങ്ങളിൽ നിന്ന് അത് കേൾക്കുന്നുണ്ട്. അള്ളാഹു കൂടെ നിന്നില്ലേ? അതല്ലേ ഷഹാദത്ത്? ഷഹാദത്തല്ലേ അള്ളാഹു കൂടെ നിൽക്കുന്നത്? അതല്ല ജീവിതമാണോ വലുത്? അല്ല. നമ്മുടെ ചിന്തയിൽ അവന് പരാജയമായിരിക്കും. പക്ഷേ മുഅ്മിനീങ്ങളെ, ആത്മീയ വിഷയത്തിൽ ചിന്തിക്കുമ്പോ ഫൈസലിന് അള്ളാഹു കൊടുത്തത് മഹാസൗഭാഗ്യമാണ്. മഹാസൗഭാഗ്യം. അവന്റെ അമ്മ ഇന്ന് മുസ്ലിമാ. ഞാൻ അവരെ കണ്ടു. അവരുടെ അമ്മ ഇന്ന് മുസ്ലിമാ. ഭാഗ്യമല്ലേ അത്? അതാണ് ഈമാനിന്റെ കടുപ്പം. അള്ളാഹു നമുക്ക് ഹിദായത്തിന്റെ മഹാപ്രകാശം നൽകുമാറാകട്ടെ. ചെറുപ്പക്കാരാ, നട്ടുച്ചയിൽ ഈ കടുത്ത ചൂടിലിരുന്നെന്ന് ആലോചിച്ചു നോക്ക്. ചേഞ്ച് ആയിക്കൂടെ നമുക്ക്? മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചൂടെ നമുക്ക്? അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നോക്കൂ, ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ അടുത്ത കണ്ടൻസിലേക്ക് കിടക്കാം. 5 പടി കയറണം. 3 ഞാൻ നിർത്തും. മഹാനായ ബീരാൻ ഔലിയ മണ്ണാർക്കാട്ട് അമ്പങ്കുന്നിന്റെ മലയടിവാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരെന്റെ ചാവക്കാട് വരാറുണ്ട് ജീവിതകാലത്ത്. ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖ് മഹാനവറുകൾ വരും. പലരും അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നാ വിളിച്ചത്. അതേ, ഭ്രാന്തായി, ബുദ്ധിമാനായ ഭ്രാന്തൻ. ആളുകളുടെ കോൺസെപ്റ്റിൽ അദ്ദേഹം ഭ്രാന്തനായിരുന്നു. പക്ഷെ അത് പ്രണയത്തിന്റെ ഭ്രാന്തായിരുന്നു. ചാവക്കാട്ട് അറബിക്കടലിന്റെ തിരമാലകളെ നോക്കി അവരുറക്കെ ഉറക്കെ ഒരു പാട്ടുപാടി. ഞാൻ പാടുമ്പോ ഈ ആണുങ്ങളെല്ലാം ഒന്ന് ഉറക്കെ, ഈ ചൂടൊക്കെ അവഗണിച്ചൊന്ന് ഉറക്കെ പാടുമോ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫി ഖൽബി ഗൈറുല്ലാഹ്. അങ്ങനെയൊന്നും പോരാ, ഒന്ന് ഉറക്കപ്പാട്. അതിലേക്കാ വലിയ ചൂടാ. ഒന്ന് ഉറക്കപ്പാട്, ഉറക്കപ്പാട്. എനിക്ക് സന്തോഷമുണ്ട്. ഇത്ര ചൂട് സഹിച്ച് നിങ്ങൾ എഴുന്നേറ്റ് പോകണില്ലല്ലോ. രാത്രി വയലാണെങ്കിൽ പകുതിയാകുമ്പോൾ കുറച്ചാൾ പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇത്ര ചൂട് സഹിച്ചിരിക്കുക. ഒന്ന് ഉറക്ക ആവേശത്തിൽ പാടിക്കുക. അസ്ബിഹി റബ്ബി ജല്ലല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ്. മതി മതി.
കടലും തിരയും ഇല്ലല്ലാഹ്. അങ്ങനെയാണ് വീരാനോലിയ. മൊബൈൽ റെക്കോർഡ് ചെയ്തിട്ടാ എനിക്ക് പൊരുത്തമില്ല. അല്ല, റെക്കോർഡ് ചെയ്യണമല്ല പൊരുത്തമില്ലാത്തത്. റെക്കോർഡ് ചെയ്ത് നിങ്ങളത് വാട്സപ്പിൽ വിടരുത്. അവിടെ ആ മരച്ചോട്ടിലാരോ റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിൽ വിടരുത്. ഫുള്ളായിട്ട് വിട്ടാൽ കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ട് വിടരുത്. ഇപ്പൊ ഈ പറഞ്ഞത് കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളാവുന്ന ആള്. കടലും തിരയും ഇല്ലല്ലാഹ്. ഏതെങ്കിലും വീട്ടിലിരിക്കുമ്പോ കോഴിയും മക്കളൊക്കെ ഇങ്ങനെ പോണുണ്ട ഉടനെ വീരാനോലിയ ആഹ്ലാദത്ത് പാടൂ ഹസ്ബി റബ്ബി. യോ യോ എന്ന് പറഞ്ഞാൽ നമ്മൾ പാടും. ഉറക്കപ്പാട് മദ് സല്ലല്ലാഹ് മദി കോഴിയും മക്കളുമില്ലല്ലാ. ഇനി നാളെ മാരാമംഗലത്തൂടെ കുട്ടികൾ നടന്നിട്ട് രാവിലെ അല്ല ഇന്ന് വൈകുന്നേരം ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി വൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ബസ്സും കാറും ഇല്ലല്ലാഹ് ഒന്നും പറയാൻ നിൽക്കണ്ട. അടിയുടെ പൊടിപുരായിരിക്കും. പാർസൽ വരും എനിക്കടി. നമ്മളങ്ങനെയൊന്നും പറയണ്ട. അത് എന്താണെന്നറിയത് 3 മണിക്കൂറിൽ എടുത്ത് പറയണ്ട. ഇത് അവരല്ലാഹുവിനെ സ്നേഹിച്ചൊരവസ്ഥയിലാണ്. ഖിയാലുക ഫീ ഐനി വദിക്റുക ഫീ ഫമി വമത്വാക ഫീ ഖൽബി ഫൈന തഗീബൂ. ആർദ്രമായ ഒരു പ്രണയനാഥന്റെ ഹൃദയം പോലെ, കാമുകിയെ അന്വേഷിക്കുന്ന കാമുകന്റെ തരളിത ഭാവം പോലെ പ്രണയം നിറഞ്ഞപ്പോൾ പറയുന്ന വിളിയാണത്. ഖിയാലുക ഫീ ഐനി, എന്റെ കണ്ണിൽ നീയാണ് അല്ലാഹുവേ. നമ്മുടെ കണ്ണിൽ അല്ലാഹുവാണോ? പടച്ചോനെ എത്ര പറഞ്ഞു പേടിച്ചിട്ടുണ്ട് നമ്മള്, ഖബറത്ര കേട്ട് കരഞ്ഞിട്ടുണ്ട് നമ്മള്. നമ്മുടെ കണ്ണിൽ അല്ലയാണോ? ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു പോയിട്ട് ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞ മഹാരായ മംഗലത്തെ വീടിന്റെ സിറ്റ് ഔട്ടില് അകത്തളങ്ങളിൽ ചന്ദനമഴയാ. അല്ലേ അല്ലേ? നമുക്കിതൊക്കെ ഒരു ആണ്ടറുതി. അങ്ങനെ ഇനി അടുത്തൊല്ലം ചെയ്യണ്ടോ? ഒരാൾ മാറി ചിന്തിച്ചാൽ ഒരാൾ, ഞാൻ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ. പരസ്പരമാണ്. അമ്മ മനസ്സാണ്, ചില്ലുവിളക്കാണ്. റളിയല്ലാഹു അൻഹു എന്നൊന്നും പറയണ്ട, സീരിയലിന്റെ പേരാ. ചെറുവാളൊരു ഉസ്താദ് കരുതും പഠിച്ചൊരു ഇതിപ്പേതാ സഹാബി, അവരിത് കാണാത്തതുകൊണ്ട്. അല്ല മുമ്പിന് നമ്മൾ ഈ ഖബർ കണ്ട് ഈ പേടിയൊക്കെ പേടിച്ചിട്ടും നമ്മളൊക്കെ പുലിമുരുകൻ കണ്ടില്ലേ? നമ്മൾ പറഞ്ഞ ഞങ്ങളെ കൂട്ടി പറയട്ടെ, ഞാൻ കണ്ടിട്ടില്ല. പുലിമുരുകൻ കണ്ടില്ലേ? ഗ്രേറ്റ് ഫാദർ കണ്ടില്ലേ? അടുത്ത വയലിൽ ഖബർ കേട്ട പിന്നെ നമ്മൾ കരയില്ലേ? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാ നവകൾക്കു നീ ചൊല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തില പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല തള്ളലതുകൊണ്ട് അഴുകുന്നതാണൊരു 3 ദിനവും കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2. ഖബറിലെ ഈ പാട്ടുപാടുമ്പോ ഇത് മഹാനായ തഴവാ ഉസ്താദ്, അല്ലാഹു ആ മഹാന്റെ പരലോകം ഖൈറിലാക്കട്ടെ, വളരെ ഇഖ്ലാസോടെ എഴുതിയ വരിയാ. ഇത് പിരിവിനായി നമ്മൾ എന്നുപയോഗിക്കാൻ തുടങ്ങിയോ അന്നാണത് ഫലം ചെയ്യാതെ വന്നത്. ഞാനാരെയും വിമർശിക്കുകയല്ല. ഈ കണ്ണ് നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അതേ കണ്ണുകൊണ്ട് ഗ്രേറ്റ് ഫാദർ കണ്ടില്ലേ, പുലിമുരുകൻ കണ്ടില്ലേ, ചന്ദനമഴ ഇപ്പോഴും കാണുന്നില്ലേ? പിന്നെ 1 മണിക്കൂർ മുമ്പ് കരഞ്ഞത് കള്ളക്കരച്ചിലല്ലേ ഉമ്മത്തെ? കള്ളക്കരച്ചിലല്ലേ ഉമ്മത്തെ? അവിടെയാണ് അല്ലാഹനെ സ്നേഹിക്കുമ്പോ ഒരാൾക്കത് ചെയ്യാൻ കഴിയില്ല. ഖിയാലുക ഫീ ഐനി, എന്റെ കണ്ണിൽ നീയാണല്ലാ. പടച്ചോൻ കണ്ണിലുണ്ടാകുമ്പോ ടിവിയുടെ മുമ്പിലിരുന്ന് ചന്ദനമഴം കാണാൻ പ്രണയിക്കുന്നവന് കഴിയൂല. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് നമ്മൾ എതിര് ചെയ്യാൻ പാടില്ല. അതല്ലേ ശരിയായ സ്നേഹം? ഇപ്പൊ ചെറുപ്പക്കാരൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ഉസ്താദ്മാരിൽ കണ്ട് കുറെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാ, കുറെ പറയാൻ വിട്ടുപോകുന്നുണ്ട്. അതിന് അതവ് വലിച്ചു സ്നേഹിച്ചു എന്ന് കരുതുക. ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ എന്റെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ അവർക്ക് ആ പെൺകുട്ടിയുടെ മുഖം വരിക. ദാറ്റ്സ് എ റിയാലിറ്റി, ട്രൂ ലവ്, ദാറ്റ്സ് എ ഇഫക്റ്റ് ഓഫ് ലവ്.
ഈ മൈക്കടം കോഴിക്കൊക്കെ അപ്പോഴും കാണാം മനോഹരമായ മുഖം. ഭക്ഷണം അങ്ങനെ ഒന്ന് ഉച്ചക്കിങ്ങനെ ഉരുട്ടി തിന്നുമ്പോ ഉരുളങ്ങനെ കൊണ്ടുപോകുമ്പോ ഐ അവളാണല്ലോ, അത് ഭയങ്കര രസമായിരിക്കും. ആരിഫീങ്ങൾ അങ്ങനെയാ. അള്ളാനെ സ്നേഹിച്ചപ്പോ അള്ളാന്റെ മുഖം കണ്ടു എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിലും തമ്പുരാന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് അവർ കണ്ടില്ല. അതാണ് എന്റെ കണ്ണിൽ നീയാണല്ലാ, എന്റെ ചുണ്ടിൽ നീയാണല്ലാ. നമ്മുടെ ചുണ്ടിൽ അല്ലാണോ? ഗീബത്തും നമീമത്തും പറയാൻ വല്ല മടിയുണ്ടോ ഉമ്മത്ത് മുഹമ്മദ്? നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇല്ലേ, പറഞ്ഞില്ലേ? ഇവിടെ ഒരു വീട് കയറുകയാണെങ്കിൽ പറഞ്ഞോ ഒരു വീട് കയറുകയാണെങ്കിൽ നമ്മുടെ കമന്റ്സ് എന്തായിരിക്കും, നമ്മുടെ ആർഗ്യുമെന്റ് എന്തായിരിക്കും? അവൻ 5 കൊല്ലമായിട്ട് വീടുണ്ടാക്കിയത്, ഗൾഫിൽ പോയിട്ട് 10 കൊല്ലം ഗൾഫിൽ പോയിട്ട് ഒരാൾ ഇവിടെ വീടുണ്ടാക്കിയില്ല. അപ്പൊ ആൾക്കാരിങ്ങനെ കൂടും. അസൂയ ഉമ്മത്ത് മുഹമ്മദിൽ കൂടുതലല്ലേ? അതാണ് ഞാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയാൻ കാരണം, ഖുർആനിലെ മുസ്ലിം അല്ല. അപ്പൊ പറയട്ടോ, നമ്മുടെ റഷീദ് വീടുണ്ടാക്കുന്നുണ്ട്, ഈ വീടല്ല, പെയിന്റ് ഒക്കെ അടിച്ച നല്ല വീട്. കണ്ടു. അടുത്ത ഞായറാഴ്ച കുറ്റൂസ വീടിരിക്കല്. അറബിയുടെ കട്ടുകൊടുന്നാണ് പറയണ കേൾക്കണത്. പതുക്കേ പറയുള്ളൂ, കാരണം അല്ല പടച്ചോ കേട്ടാലോ. അറബിയുടെ കട്ടുകൊടുന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എന്നിട്ട് അവൻ സുബീക്ക് ടോർച്ചും പിടിച്ച് പള്ളിയിൽ പോയിട്ട് തല കുത്തിമറിയാ. എന്നിട്ട് അവൻ എങ്ങനെ വിത്രും സുന്നത്തും നിസ്കരിക്കുക. അപ്പൊ അന്യവന്റെ ഗീബത്ത് പറയുന്നത് അത്ര വലിയ കുഴപ്പമില്ലെന്ന് ഈ പേടിച്ചു കരഞ്ഞവനൊക്കെ ആലോചിച്ചില്ലേ? ശരിയായ കരച്ചിലുകാരെ കുറിച്ചല്ല ഈ പറച്ചൽ. അന്യ പെണ്ണിനെ കുറിച്ച് എന്തൊക്കെ വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി നമ്മൾ. ഒരു പെണ്ണ് റോട്ട് കൂടെ പോകണ്ട, നമ്മുടെ ഇയാളുടെ ഭാര്യ ഉണ്ടല്ലോ, അവൾ ഇന്നും പോണ്ടല്ലോ. ഇത് നമ്മൾ ജഡ്ജിമാരാ, വിധി പറയുന്നവരാ. അവളുടെ പോക്കത്ര ശരിയല്ലട്ടാ. എന്തിനാ അവൾ എന്നും പോണ്? ഇവനെന്തിനത് എന്തും നോക്കിക്കണം? എന്തിനാ? അവൾക്ക് എന്തൊക്കെ ആവശ്യം ഉണ്ടാവും? പറയണില്ലേ മുമ്പിനെ? 2 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയാ പോലും മറ്റൊരു പെണ്ണിനെ കുറിച്ച് പറയാറുണ്ടോ മുമ്പിനത്തെ? പിന്നെന്ത് നിസ്കാരമാ നമ്മൾ നിസ്കരിക്കുന്നത്? ഇതൊക്കെ അള്ളാനെ സ്നേഹിക്കാത്ത കുഴപ്പാ. ഇവിടെയാണ് ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ നേതാ തേനു മുസ്ലിയാരെ കൊണ്ടുവരുന്നത്. എത്രയോ പ്രഭാഷണങ്ങളിൽ അത് ഉദ്ധരിച്ചതാ. പക്ഷെ നിങ്ങളത് കേൾക്കാത്ത കൊണ്ട് പറയുകയാണ്. മഹാനായ തേനുസ്താദിന്റെ വീട് കോട്ടക്കലങ്ങാടിയിലെ ഇന്ത്യനൂരാണ്. കോട്ടക്കലങ്ങാടിയിലേക്ക് 5 കിലോമീറ്റർ ആണ്. ഇവിടെ പറഞ്ഞോ, കഴിഞ്ഞെല്ലാം പറഞ്ഞോ. എന്നോട് വെറുതെ പറയിപ്പിക്കുന്നിട്ടാ, ഞാൻ 10 മിനിറ്റ് കൊണ്ട് നിർത്തും. ഇവർക്ക് വല്ല വെള്ളം കൊടുക്കാണ്ടോ? ചോറല്ല, വല്ല വെള്ളവും കൊടുക്കും, വല്ല കുപ്പിവെള്ളം അവിടുന്ന് കടയിൽ നിന്ന് മേടിച്ചോളൂ കൊടുക്കും. അല്ലേ? ശരിയല്ലേ? കുറച്ച് പൈസ വേണമെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്യാം. നിങ്ങളെ ഒരു ബക്കറ്റ് വീര് വരുന്നുണ്ട്. നേരത്തെ കടലാസ് തരാത്തവർക്ക് ഇതിൽ ഇട്ടോളി. നമ്മുടെ ചെറുവാൾ ഉസ്താദ് മറ്റു ഉസ്താദുണ്ട്, അവരിൽ നിന്ന് ഹദിയ വാങ്ങിയിട്ട് ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കിട്ടുമെങ്കിലേ ഒരു 2 കേസ് വെള്ളം കൊണ്ട് കൊടുത്താൽ. ഭയങ്കര ചൂടാണ്. എന്നിട്ട് എങ്ങനെ ഇവർ ഇരിക്കണമെന്ന് ഞാൻ ആലോചിക്കണം. ഞാൻ നിർത്തി തരട്ടെ, നമുക്ക് എപ്പോഴേലും ഇതിന് 2ാം ഭാഗം പറയാം. അപ്പോ തേനുസ്താദ് വന്നു. എവിടെ? കോട്ടക്കലങ്ങാടിയിലേക്ക് 5 കിലോമീറ്റർ നടന്നിട്ടാ. മാരായ മംഗലത്ത് നിന്ന് 5 കിലോമീറ്ററുള്ള ഒരു ദൂരം നിങ്ങൾ സങ്കല്പിക്കേ. ഇവിടുന്ന് ചെറുപ്പുളശ്ശേരിക്ക് 5 കിലോമീറ്റർ ആണോ? അതെ. അത്രയും ദൂരം നടന്ന തേനുസ്താദ് ഇറച്ചി വാങ്ങി, എന്നിട്ടൊരു തേക്കിന്റെ ഇലയിൽ പൊതിഞ്ഞു വാങ്ങി, മല്ലിയും മുളകും മസാലയും വാങ്ങി ഒരു കടയിൽ വെച്ചു. എന്നിട്ടത് തിരിച്ച് സഞ്ചിയിലിട്ട് മടങ്ങി ഇന്ത്യനൂരിലേക്ക് തന്നെ മടങ്ങി. വയോവൃദ്ധനായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ മഹാനായ നേതാവാ. മടങ്ങിയെത്തി 10 കിലോമീറ്റർ നടന്നു. 5 അങ്ങോട്ട് 5 ഇങ്ങോട്ട്. ഭാര്യയുടെ അടുത്തെത്തുമ്പോ സഞ്ചിയിൽ നിന്ന് ഓരോ പൊതി എടുത്തു കൊടുക്കുകയാണ്. നമ്മളാണ് ഈ സാധനം കൊണ്ട് ഇന്നടേ എന്ന് പറഞ്ഞൊരു ഏറാണ് അടുക്കളയ്ക്ക്. ഇത് ഭാര്യക്ക് ഓരോന്ന് എടുത്തു കൊടുക്കുക. നല്ല സ്നേഹമുള്ള ഭർത്താവാ. പക്ഷേ തേനുസ്താദിന്റെ കണ്ണ് തിളങ്ങി. തേനുസ്താദിന്റെ കണ്ണങ്ങ് തിളങ്ങി. എന്തോ കണ്ട് ഭയന്നതുപോലെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ അപകടമാ. എന്താ പാമ്പാണോ?
പാമ്പാണോ? സെഞ്ചിയിലല്ല. ആ പൊതിയെല്ലാം സെഞ്ചിയിലേക്ക് ഇട്ടിട്ട് ആ തിളച്ചു മറിയുന്ന വെയിലില്, വാഹന ഗതാഗതമില്ലാത്ത കാലത്ത് വൃദ്ധനായ മഹാപണ്ഡിതൻ നടന്ന് 15ാമത്തെ കിലോമീറ്റർ കോട്ടക്കൽ അങ്ങാടിയിലേക്ക് വന്നു. ഉമ്മത്തേ, ചെവി കൊണ്ട് കേൾക്കല്ല, ഹൃദയം കൊണ്ട് കേൾക്കണമേ. ആ കടയിൽ അവർ വന്നപ്പോ അവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ ചോദിച്ചു, ഉസ്താദേ എന്തു പറ്റിയതാ, എന്താ തിരിച്ചു വന്നത്? ഉസ്താദ് മിണ്ടണില്ല. അവർക്ക് അത്ഭുതമായി. എന്താണ് തിരിച്ചു വന്നാൻ കാരണം? വല്ലതും മറന്നതാണോ? അല്ല. അധികം പെട്ടതാണോ? അല്ല. കാശ് വാങ്ങാൻ വിട്ടതാണോ? അല്ല. അതൊന്നുമല്ല. തേനുസ്താദ് സെഞ്ചിയിൽ നിന്ന് പൊതി ഇങ്ങനെ എടുത്തു മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് സെഞ്ചി ഇങ്ങനെ മേശയുടെ മുകളിൽ കുടഞ്ഞു. ആ ചെറുപ്പക്കാര് കാണുന്നതെന്താ? തേനുസ്താദ് കരയുകയാണ്, കുഞ്ഞിനെ പോലെ കരയുകയാ. അവർ ചോദിച്ചു, ഉസ്താദേ എന്താ? വിറയാർന്ന കൈയിനെ കൊണ്ട് മേശപ്പുറത്ത് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് കാരണം. അവര് നോക്കുമ്പോ എന്താ? 4-5 ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ചു നടക്കുകയാ, മേശപ്പുറത്തുകൂടെ അരിച്ചു നടക്കുകയാ. തേനുസ്താദ് ഒരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പിക്കരഞ്ഞു പറഞ്ഞു, തേനു കണ്ടിട്ടില്ല. ഞാൻ ഈ സെഞ്ചി ഇവിടെ വെച്ചപ്പോ, ഇറച്ചിപ്പൊതി വെച്ചപ്പോ, ഇവിടെ നിന്നാണ് ഈ ഉറുമ്പിൻ കുഞ്ഞുങ്ങൾ ഇതിൽ കയറിയത്. ഞാനതറിയാതെ സെഞ്ചിയിലിട്ടു. ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ സമ്മതമില്ലാതെ ഞാൻ 5 കിലോമീറ്റർ ദൂരെയുള്ള എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ? ഈ ഉറുമ്പുകൾക്ക് സങ്കടമായിട്ടുണ്ടാവൂലേ? ആലോചിച്ചു നോക്ക് മുസ്ലിമേ, ഈ ഉറുമ്പുകൾക്ക് വിഷമായിട്ടുണ്ടാകൂലേ? നാളെ പരലോകത്തെത്തുമ്പോ പടച്ചോൻ എന്നോട്, തേനോ എന്തിനാ കോട്ടക്കലങ്ങാടിയിലെ ഉറുമ്പിനെ അവരുടെ സമ്മതമില്ലാതെ ഇന്ത്യനൂരിലേക്ക് കൊണ്ടുപോയതെന്താ? അല്ല ചോദിക്കുമ്പോ തേനു എന്തു മറുപടി പറയാനാ? നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അതൊക്കെ അങ്ങനെ ഉണ്ടായി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു സഹാബിയുടെ ജീവിതത്തിലല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കൂ? ഇന്നും നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളിൽ അങ്ങനെ ചിന്തിക്കുന്ന മഹാന്മാരുണ്ട്. നോക്കിയേക്ക്, അള്ളാനെ സ്നേഹിച്ചവർക്ക് ഒരു ഉറുമ്പിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. അപ്പൊ ഈ ലോകത്തെ എല്ലാ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അള്ളാനെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമേ. പേടിക്കും വേണം കേട്ടോ, ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ, അതെല്ലാരും പറയണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ മനുഷ്യന്മാരെ സ്നേഹിക്കും. ഇവിടെ പക, വിദ്വേഷം, ദേഷ്യം, അസൂയ. ഒരാൾക്ക് നമ്മളെക്കാട്ടിൽ എന്തേലും ഉണ്ടായ അപ്പൊ അയാളോട് നമുക്ക് ദേഷ്യം. ഒരു കാർ ഒരാൾക്ക് കൂടുതലുണ്ടായ അപ്പൊ നമുക്ക് അയാളോട് ദേഷ്യം, അസൂയ. എന്തിന്? പടച്ചോനെ സ്നേഹിക്കുന്നവൻ വിചാരിക്കൂലേ, യുത്തിഹി മയ്യശ, അള്ള ഉദ്ദേശിച്ചവർക്ക് നൽകുള്ളൂ എന്ന് ഉറപ്പല്ലേ? അതല്ലേ നമ്മുടെ തൗഹീദ്. നമ്മൾ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും നമുക്കൊരു കാറ് കിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? പിന്നെന്തിനാ അവനോട് നമുക്ക് ദേഷ്യം? നമ്മൾ ഇനി എത്ര മരിച്ചു പണിയെടുത്താലും ഒരുപക്ഷെ വലിയ വീട് കിട്ടില്ല, ഒരുപക്ഷെ നല്ല കിട്ടില്ല. എപ്പ കിട്ടും? അള്ള വിചാരിക്കണം. അള്ള വിചാരിച്ചിട്ടില്ല, അള്ള വിചാരിച്ചിട്ടില്ല, അത് അള്ളവന് കൊടുത്തു. പിന്നെന്തിനാ നമുക്ക് ദേഷ്യം? ഇനി ഒരാൾക്ക് സൗന്ദര്യമുണ്ട്, ഒരാണിന് പെണ്ണിന്, അത് ഇല്ലാത്തവർക്ക് എന്തിനാ അവനോട് ദേഷ്യം? ഉള്ളവൻ എന്തിനാ ഇല്ലാത്തവനോട് പുച്ഛം? നിനക്ക് തന്ന അള്ളാഹുവാണ്, അവൾക്ക് കൊടുക്കാത്തതും അള്ളാഹുവാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ ഈ ഉമ്മത്തിലൊരു പ്രശ്നം ഉണ്ടാകുമോ? അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറട്ടെ. മുഅ്മിൻ എന്ന രണ്ടാമത്തെ പദവിയിൽ അതാ ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ പിരിക്കാം. റസൂലുള്ളാഹിയോടുള്ള സ്നേഹമാണ് രണ്ടാമത്തത്. വറസൂലിഹി തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. ചരിത്രം പറയാതെ ഒരു കാര്യം പറഞ്ഞുതരാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നവരാണെന്നാണ് നമ്മുടെ വാദം. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, ആമീൻ പറയുന്നു. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. നമ്മുടെ ഒരു കുട്ടി സ്കൂളിലേക്ക് പോയിട്ട് വരാൻ വൈകി നമുക്ക് ടെൻഷൻ ഉണ്ടാവൂല്ലേ? നിങ്ങൾ പറയും, ഉണ്ടാവോ? പറയുമ്പോ നിങ്ങൾ ഉണ്ടാവോ? ഉണ്ടാത്തോന്ന് വിഷമുണ്ടാവോ? ഇല്ലാത്ത പറയണവരൊക്കെ കുട്ടികൾ പോട്ടെ എന്നാ ഒന്ന് അനുഭവിച്ചറിയാലോ. വെറുതെ എന്നെ കൊണ്ട് ദ്വയരപ്പിക്കരുത് കിട്ടണം. അള്ളാഹു നമ്മുടെ കുട്ടികളൊക്കെ ആക്കട്ടെ. 2 ദിവസം അവൻ മിസ്സായ നമ്മുടെ ടെൻഷൻ മരിച്ചു പോവില്ലേ? നമ്മള് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങൂലേ? എങ്കിൽ നമ്മളെല്ലാ പ്രസംഗത്തിലും കേൾക്കുന്നുണ്ട്, മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ
സൂര്യചന്ദ്ര നക്ഷത്രഗോള താരപഥങ്ങൾ, മാമലകൾ, സമതലങ്ങൾ, ആറുകൾ, പുഴകൾ, ജലാശയങ്ങൾ, ബ്രഹ്മാണ്ഡ കടാകത്തേക്കാൾ നിങ്ങൾ അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണമേ. ഇത് എത്രയോ കാലമായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷെ എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ച് ഈ ആയുഷ്കാലത്തിനിടയ്ക്ക് ഒരു തവണ കരഞ്ഞിട്ടുണ്ടോ? ആലോചിച്ചു. നമുക്കിടെ ഏറ്റവും വലിയ സ്നേഹം നബിയോടാ വേണ്ടത്. ഒരു വട്ടം എന്റെ സ്നേഹനിധിയായ റസൂലുള്ളാഹിയെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ എന്നാലോചിച്ച് നമ്മൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടില്ല. സഹാബത്ത് കരഞ്ഞിട്ടുണ്ട്. ഫിൽ യഖ്ള ഔ ഫിൽ മനാം, ഒന്നുകിൽ ലൈവായി നേരിട്ട്, ഞാൻ തെറ്റി പറഞ്ഞൊന്നുമില്ല, നേരിട്ട വിയോഗത്തിന്റെ 14 നൂറ്റാണ്ടിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മാരായ മംഗലത്തെ നിങ്ങളുടെ കാഴ്ച പുറത്തെത്തും. നേരിട്ട്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ, ഏതെങ്കിലും ഒരു തരത്തിൽ അള്ളാഹു കാണിച്ചു തരുമാറാകട്ടെ. അതല്ലേ കാഴ്ച മുഅ്മിനീങ്ങളെ. അപ്പോ നമ്മൾ അങ്ങനെ സങ്കടപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ സ്നേഹം മക്കളോട് തന്നെയാണ്, നബിയോടല്ല. ശരിക്കും നബിയെ അനുസരിക്കൽ മാത്രമല്ല സ്നേഹം, അത് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ച സ്നേഹമാണ്. നബിയെ അനുസരിക്കലാണ് പ്രവാചക സ്നേഹം. ഞാനത് ചലഞ്ച് ചെയ്യല്ല, ഒരു ഡിബേറ്റ് ഞാൻ തയ്യാറപ്പോ സമയമല്ല. നബിയെ അനുസരിക്കലല്ല സ്നേഹം, അനുസരിക്കൽ സ്നേഹത്തിന്റെ ഒരു ഭാഗം മാത്ര. സ്നേഹം എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ പറ്റില്ല. സഹാബത്തിന്റെ 2-3 ഉദാഹരണം കേക്ക്. സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ, അതാ മനസ്സുകൊണ്ട് നിങ്ങൾ മദീനയിലേക്ക് എന്റെ കൂടെ വാ. പള്ളിയിൽ റസൂലുള്ള നിൽക്കുമ്പോ സൗബാൻ തങ്ങൾ ഇതാ വന്നു. യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചതും സൗബാൻ കരയാൻ തുടങ്ങി. റസൂലുള്ള ചോദിക്കുന്നുണ്ട്, മാലി അറാക മഹ്സൂന, എന്താ നിന്നെ ദുഃഖിതനായി കാണുന്നുവല്ലോ, എന്താ സങ്കടമായി തോന്നുന്നുവല്ലോ. ഒരു പണിയല്ലേ, ഞാൻ ഏതായാലും 10 മിനിറ്റ് കഴിഞ്ഞ് നിർത്തുകയാണ്. അപ്പൊ കൊടുത്താ പോരെ, അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടും ചെയ്യും. എന്താ നിനക്ക് ഇത്ര സങ്കടം? ഇങ്ങോട്ട് നോക്കൂ, എന്താ നിനക്ക് ഇത്ര സങ്കടം, കരയണെന്താ സൗബാനെ എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി മറുപടി പറയുകയാണ്, ഫമാ അസ്ബിർ ഹത്താ ആതി ഫഅൻദുർ ഇലൈക യാ റസൂലല്ലാഹ്. പള്ളിന്ന് പുറത്തിറങ്ങിയ എനിക്ക് പൊറുതുകേടാണ് നബിയേ, പള്ളിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ വിഷമമാകുകയാണ് നബിയേ. എന്ത് വിഷമം? പൈസ ഇല്ലായിട്ടോ, വെയിലായിട്ടോ, ജോലിയില്ലായിട്ടോ അല്ല, എനിക്ക് റസൂലുള്ളാന്റെ മുഖത്ത് നോക്കിയിരിക്കാൻ തോന്നുകയാണ് നബിയേ. വീട്ടിൽ കയറിയ പള്ളി കോടി വരാൻ തോന്നുകയാണ് നബിയേ. നിലാവുദിച്ച റസൂലുള്ളാന്റെ 14-ാം രാവിലെ പൂർണ്ണചന്ദ്രന്റെ മുഖകമലമുള്ള മുഖം അതിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുകയാണ് നബിയേ. ഫമാ അസ്ബിർ, ക്ഷമിക്കാൻ പറ്റണില്ല, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഹത്താ ആതി, ഇങ്ങോട്ട് വരുന്നത് വരെ. ഫഅൻദുർ ഇലൈക്, എന്നിട്ട് അങ്ങനെ ഇങ്ങനെ കാണണം, അതുവരെ എനിക്ക് പൊറുതുകേടാ നബിയേ. എന്റെ പ്രിയപ്പെട്ടമാരായ മംഗലത്തെ ഉപ്പാവുമ്മ, ഞാൻ എന്റെ ഹൃദയം കൊണ്ട് പറയുകയാ, അള്ളാന്റെ റസൂലിന്റെ നാട്ടില് ഒരു വിളിപ്പാടകല വീടുള്ള സഹാബിയാണ്. ഒരു മാത്ര കാണാതാകുമ്പോഴേക്കും സങ്കടം പറഞ്ഞു പൊട്ടിക്കരയുന്നത്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, മോനെ സൗബാനേ, തോന്നുമ്പോഴൊക്കെ വന്നൂടടാ മുത്തേ, ഞാനിവിടെ ഉണ്ടാകുമല്ലോ, കാണാമല്ലോ, എന്തിനാ കരയുന്നേ? അപ്പൊ പറഞ്ഞു, അതല്ല നബിയേ, ദക്കർതു മൗതീ വ മൗതക യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ മരണമോർത്തു, അങ്ങയുടെ വഫാത്തുമോർത്തു. ഇത് ഞാൻ ഒരു ലോജിക്കാണ് പറയണിട്ട, ഇതൊരു ലോജിക്കാണ് പറയണത്. നമ്മുടെ ചിന്തയുടെ വിദൂര പദങ്ങളിൽ വരാത്തൊരു ലോജിക് ഇനി പറയാൻ പോണത്. ഞാൻ മരിച്ചു, നിങ്ങളും മരിച്ചു, നിങ്ങൾ സ്വർഗത്തിൽ ഫീ റഫീഖുൽ ഊലാ, ഉന്നതമായ പദവിയിലാകും. ഞാനോ അങ്ങയെ വിശ്വസിച്ചതിന്റെ പേരിൽ, അങ്ങയെ അനുസരിച്ചതിന്റെ പേരിൽ, പടച്ചോനെ ആരാധിച്ചതിന്റെ പേരിൽ പടച്ചോൻ എനിക്ക് സ്വർഗം തന്നേക്കാം, ഞാനും സ്വർഗത്തിലാകും. പക്ഷേ റസൂലേ, സ്വർഗത്തിലായാലും അങ്ങയുടെ അടുത്ത് ഞാൻ ഉണ്ടാകില്ലല്ലോ നബിയേ. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. അത് നമുക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത്. അതിപ്പോ ഈ വെള്ളം തരുമ്പോ നിങ്ങൾ ശ്രദ്ധ പോവുക, അതാണ് കുഴപ്പം. നോക്കൂ, അള്ളാഹു ഖുർആനിൽ ആകാശ
അതിങ്ങനെ ഒരു വയലുമാതിരി പറഞ്ഞിട്ട് കാര്യമില്ല. ആകാശഭൂമികളുടെ വലിപ്പെന്ന സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. എങ്ങനെ ആകാശഭൂമികളുടെ വലിപ്പം. നിങ്ങൾ ഈ മാരായമംഗലം മുഴുവൻ കണ്ടിട്ടുണ്ടോ? മലപ്പുറം ജില്ല മൊത്തം കണ്ടോ? കേരളം, ഇന്ത്യ, ഏഷ്യ, ഭൂഖണ്ഡം എവിടെയും നമ്മൾ കണ്ടില്ല. അപ്പൊ ഈ ഭൂലോകം തന്നെ എത്ര വലുതാ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആകാശത്തിന്റെ വലിപ്പുണ്ട്. ആകാശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വെള്ളയല്ല, അതിന്റെ അപ്പുറം ആകാശങ്ങളുണ്ട്, ഗോളാന്തര സമൂഹങ്ങളുണ്ട്. ഈ ഭൂമി കൊണ്ടുപോയിട്ടൊരു ഗോളത്തിൽ വെച്ച ഒരു കടലിൽ തീപ്പെട്ടി വെച്ച വലിപ്പേ ഉള്ളൂ. ദശലക്ഷക്കണക്കിന് പ്രകാശവർഷം സഞ്ചരിച്ചാൽ എത്താൻ ആവാത്ത ലോകസമൂഹമുണ്ട്. അത്രയും വലുതാണ് സ്വർഗം. നരകം കുടുസ, സ്വർഗം വിശാല. അപ്പൊ റസൂലുള്ള അമേരിക്കയിലാന്ന് കരുതുക, പറയാൻ പറ്റിയൊരു നാടും നല്ലൊരു ദൂരം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. റസൂലുള്ള കാനഡയിലാന്ന് കരുതുക, അത്രയും ദൂരത്ത്. ഒരുപക്ഷെ ഏഷ്യയിൽ നിന്ന് ഏറ്റവും ദൂരം കാനഡ എന്നാണ് എന്റെ ഒരു ചെറിയ അറിവ്. അതിലപ്പുറത്തുണ്ടോ എന്നറിയില്ല. നമ്മളും ആരായങ്കലത്തും. അപ്പൊ നമ്മൾ റസൂലുള്ളാന്റെ അടുത്താണോ? അതാണ് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, അതിനെന്താ കുഴപ്പം ബഷീറെ? സ്വർഗത്തിൽ പോയവരൊക്കെ നബിയെ കാണൂലേ? എല്ലാവർക്കും ഒരേപോലെയല്ലേ? അല്ലട്ടോ, സ്വർഗത്തിൽ പെട്ട എല്ലാവരും ഒരേ പദവിയല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നീതിമാനാവില്ലല്ലോ. ഇപ്പോ നമ്മളിൽ ആരെങ്കിലും ഒരാൾ സ്വർഗത്ത് കടന്നു കരുത്, അള്ളാഹു കടത്തി തരട്ടെ. എങ്ങനെ നമ്മൾ കടന്നെന്നറിയോ? ഇടക്ക് നിസ്കരിക്കും, ഇടക്ക് കള്ളു കുടിക്കും. അങ്ങനെ അള്ളാഹു മീസാനിൽ തൂക്കിയപ്പോ ഒരു പുളിങ്കുരുവിന്റെ അത്ര നന്മ നമ്മുടെ അടുത്ത് കൂടുതൽ താഴ്ന്നു. നന്മ ഇടക്ക് കള്ളു കുടിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാ അതിനേക്കാൾ കൂടുതൽ നന്മയും ചെയ്തു. ഒരു പുളിങ്കുരുവിന്റെ അത്ര മിസ്കാല ദർറ. അയാൾ സ്വർഗത്ത് കിടക്കുവോ? എന്തെങ്കിലും ഉണ്ടാത്ത് കിടക്കുവോ? കൺഫ്യൂഷനായി. കടക്കും. ഒരു മിസ്കാല് ദർറത്ത് പറഞ്ഞാൽ അത്ര ഉണ്ടെങ്കിൽ കിടക്കും. അയാൾ അങ്ങനെ സ്വർഗത്തിൽ ഇരിക്കട്ടെ. ഖബറിൽ വേണ്ട ശിക്ഷ കൊടുത്തതിന്റെ ശേഷവും. അപ്പോഴാണ് പാതിരാത്രി നിസ്കരിച്ച, അള്ളാഹിന് ദിക്റും സലാത്തും ചൊല്ലിയ, 5 വക്ത് കൃത്യമായി നിസ്കരിച്ച, തഹജ്ജും വിത്റും ദുഹയും ഇശ്റാഖും നിസ്കരിച്ച, ഒരൊറ്റ റമദാന് നോമ്പും വിടാത്ത, ഒരൊറ്റയാളെയും ഉപദ്രവിക്കാത്ത ഒരു സാലിഹായ മനുഷ്യൻ സ്വർഗത്തിലുണ്ട്. അപ്പൊ ഈ സാലിയായ മനുഷ്യന് കിട്ടണ അതൊക്കെ ഇയാൾക്കും കിട്ടണോ? എന്തെങ്കിലും ഉണ്ടാത്ത് കിട്ടണോ? ഇയാൾ ഒരു പോയിന്റ് കൊണ്ട് സ്വർഗത്ത് കിട്ടിയാളാ. ഇയാൾ ജീവിതകാലം മുഴുവൻ ആരാധി സ്വർഗം കിട്ടിയാളാ. ഇയാൾക്ക് അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കണ്ട പൂട്ടണ്ട വെയില് നീ കൊള്ളണ്ട, നിനക്കുള്ളതെല്ലാം എപ്പോഴും അതിലുണ്ട്, താരാട്ടുപാടാൻ തൊഴികൾ വരവുണ്ട്, ഹൂറുൽ ലിസാനുകൾ എപ്പോഴും അടുത്തുണ്ട്, പറക്കും ശരീർ അതിലെപ്പോഴും അടുത്തുണ്ട്. ഇതൊക്കെ ഇയാൾക്കും കിട്ടുക. എന്നാ പിന്നെ എന്തിനെത്ര ബേജാറ്? അള്ളാഹു എന്ത് നീതിമാനാ! ഇയാൾക്ക് കിട്ടണമൊക്കെ ഇയാൾക്കും കൊടുത്താ പിന്നെ എന്താണ് അതിൽ അർത്ഥമുള്ളത്? അപ്പോൾ സ്വർഗത്തിൽ പദവി വ്യത്യാസം ഉണ്ടാകും. എല്ലാവർക്കും റസൂലുള്ളാന്റെ അടുത്തെത്താൻ പറ്റൂല. അത് സ്നേഹം കൊണ്ടുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഇത് മറിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ മറുപടി പറഞ്ഞില്ല. ഹദീസ ഫലം യറുദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി മിണ്ടിയില്ല. എങ്ങനെ മിണ്ടാൻ? റസൂലുള്ളാഹിക്ക് ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ അടുത്തെത്തണ്ട്. അപ്പോഴാണ് സൗബാൻ കരച്ചിൽ കൂട്ടി ഉടനെ ഇറങ്ങി വന്നു. ഹദറത്ത് ജിബ്രീൽ ഓതിക്കൊടുത്തു, നബിയേ, അങ്ങയെ വിശ്വസിച്ചവർ, അങ്ങയെ സ്നേഹിച്ചവർ നിങ്ങളുടെ കൂടെയാണ് നബിയേ. എന്നവസാനിക്കുന്ന ആയത്ത് ഓതിക്കൊടുത്തു. സൗബാനോട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ ഒപ്പം ഉണ്ടാവട്ടോ. അതുകൊണ്ട് നിസ്കരിച്ച സ്വർഗം കിട്ടും, അതുകൊണ്ട് റസൂലിനെ കിട്ടിക്കൊള്ളണം എന്നില്ല. നിസ്കരിക്കണം, നിസ്കരിക്കുന്നതോടുകൂടി നബിയെ സ്നേഹിക്കണം. നബിയെ സ്നേഹിക്കാതെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കേരളത്തിൽ. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന ആളെ കുറിച്ച് ചിന്തിക്കുക, അവരുടെ അപദാനങ്ങൾ പറയുക, പ്രവർത്തിക്കുക, അവരുടെ ജന്മദിനങ്ങൾ സന്തോഷിക്കുക, അതൊക്കെ സ്നേഹമല്ലേ? അതൊന്നും ചെയ്യാതെ നിസ്കരിച്ച ആൾക്കാരില്ലേ? അവർ സ്വർഗത്ത് പോകില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ റസൂലിനെ കിട്ടണം എന്നില്ല. സ്വർഗം കിട്ടും. സ്വർഗം വലിയ സംഭവമല്ല. അവിടെ അള്ളാനെയും റസൂലിനെയും കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തെരുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. ഈ സൗഭാണ്ഡങ്ങള് റസൂലുള്ള വഫാത്തായപ്പോ ഈ തപ്പനക്ക് നനക്കുകയാ. മകൻ വന്നു പറഞ്ഞു, നബിയെ, അപ്പാ, അല്പം മുമ്പ് റസൂലുള്ള വഫാത്തായി. അത് കേട്ട് ഇടിവെട്ടിയേറ്റവനെ പോലെ സൗബാൻ തങ്ങൾ നിന്നു. എന്നിട്ട് പാത്രം ഒരു ഏറ് കൊടുത്തു. നോക്കൂ നിങ്ങൾ, പ്രണയത്തിന്റെ ഒരു ശക്തി. പാത്രം എറിഞ്ഞു. ഈത്തപ്പനക്ക് നടുക്കായിരുന്നു. കരഞ്ഞുകൊണ്ട് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, നോക്കി ദുആയുടെ ഒരു കടുപ്പം, അല്ലാഹുമ്മ അദ്ഹിബ് ബസരീ,
എന്റെ കാഴ്ച കളയ് അല്ലാ. കണ്ണങ്ങട് തിമ്മി, ഒരു സെക്കൻഡ് കണ്ണങ്ങ് പൊട്ടി. 1001 രാവുകളിലെ അറബിക്കഥയല്ല ബഷീർ പറയുന്നത്, സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതാ. അപ്പ അല്ലാഹു ദുആ സ്വീകരിച്ചു. അങ്ങനെ ദുആ അങ്ങോട്ട് സ്വീകരിച്ചു. മകനോട് പറഞ്ഞു, എനിക്ക് റസൂലുള്ളാന്റെ ജനാസയുടെ അരികിൽ പോകണം. മകന്റെ കൈ പിടിച്ച് അതുവരെ ലോകം കണ്ട സൗബാൻ എന്ന മഹാൻ ആയിഷ ബീവിയുടെ വീടിന്റെ ഉള്ളിൽ കടന്നു. മകനോട് പറഞ്ഞു, മോനെ, എന്റെ കൈ റസൂലുള്ളാന്റെ നെറ്റിയിലൊന്ന് വെച്ചതാടാ. നക്ഷത്ര കുഞ്ഞുങ്ങൾ മുത്തുമണികളെ പോലെ തുള്ളി തുളുമ്പി നിൽക്കുന്ന റസൂലുള്ളാന്റെ വദനത്തിൽ നെറ്റിയിൽ കൈവച്ചപ്പോ കൈയിരുന്ന് വിറച്ചു. പിന്നെ റസൂലുള്ളാന്റെ മൂക്കിലിറങ്ങി. പിന്നെ റസൂലുള്ളാന്റെ ചെറുഞ്ചിപ്പഴം പോലെ തുടുത്ത ചുണ്ടുകളിൽ ആ കൈ വെച്ചിട്ടൊന്ന് അമർത്തി. എന്നിട്ട് ചുണ്ടിലേക്ക് വെച്ച് വിങ്ങിപ്പൊട്ടി പറയുകയാ, യാ റസൂലല്ലാ, എനിക്കിങ്ങനെ കാണാൻ കഴിയില്ല നബിയേ, എനിക്ക് നിങ്ങളില്ലാത്ത ലോകം കാണണ്ട നബിയേ, അതുകൊണ്ടാണ് ഞാൻ ദ്വയരുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി സൗബാൻ. പറയൂ, നിങ്ങൾ അങ്ങനെ ദ്വയരക്കാൻ പാടുവോ? കണ്ണുപൊട്ടണമെന്ന് ദ്വയരക്കാൻ പാടുവോ? കുറ്റമല്ലേ അത്? പക്ഷെ പ്രണയത്തിന്റെ മുന്നിൽ പരിധികൾ പോലും ലംഘിച്ചിട്ടുണ്ട് സഹാബാ. ഞാനൊന്ന് മരിച്ചു പോട്ടെ എന്ന് ദ്വയരക്കാൻ പാടില്ല, നെഗറ്റീവാ. ഒരു സഹാബി വരെ മുടി നീട്ടി വളർത്തി, ഇതാ അർസലത്ത് വസലത്ത് ഇലൽ അർള്, അത് അഴിച്ചിട്ടാ നിലത്തുമുട്ടും. ഇപ്പൊ ഈ സിനിമാ താരങ്ങളെ അനുകരിച്ച മുടി പോലെയല്ല, അത് അഴിച്ചിട്ടാ നിലത്തുമുട്ടും. അത്ര വലിയ കാർക്കൂന്തലിന്റെ അഴക്. അങ്ങനെ മുടി വളർത്താൻ പാടും ഒരു സഹാബിക്ക്? സഹാബി പോട്ടെ, നമുക്ക് വളർത്താൻ പാടുവോ? തെളിവാണോ? അല്ല. സഹാബത്ത് ചോദിച്ചു, മുടി മുറിക്കടോ, എന്താണ് ഇങ്ങനെ മുടി വളർത്തിയത്? അവര് പറഞ്ഞ ലോജിക്ക് പ്രണയമാ, ഞാനീ മുടി മുറിക്കില്ല. അപ്പൊ അവർ ചോദിച്ചു, മുടി ഇങ്ങനെ നീട്ടി വളർത്തൽ തെറ്റല്ലേ മോനെ? ഇങ്ങനെ മുടി വളർത്താൻ പാടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്നേഹം ഒരു വലിയ കടല. ആ സഹാബി പറയാ, ഞാൻ ഈ മുടി വെട്ടില്ല കേട്ടോ, കാരണം ഒരിക്കൽ പുന്നാര റസൂൽ വഖദ് മസ്സ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് എന്റെ തലയിൽ വെച്ചിട്ടുണ്ട് ഒരു വട്ടം. എപ്പോഴോ എന്തിനോ? നീ മുടി വെട്ടരുതെന്ന് പറഞ്ഞിട്ടൊന്നല്ല, നീ നന്നായി വാന്നോ എന്തിനോ ആശ്വസിപ്പിച്ചപ്പോഴോ ആ സഹാബിയുടെ കയ്യിൽ ആദരവായ തിരുനബിയുടെ സ്പർശത്തിന്റെ സായുജ്യ സാരഥ്യം ഒരിക്കലുണ്ടായി. അപ്പോഴവര് ചിന്തിക്കുക, ഞാൻ ഈ മുടി വളർന്നത് വെട്ടിയാ മുറിഞ്ഞു പോണത് എന്റെ ഹബീബ് തൊട്ട മുടിയാകും, അതെനിക്കിഷ്ടമല്ല. ആലോചിക്ക് ഹബീബേ, പുത്തൻവാദികൾ പറയുന്നതല്ല ദീന് കേട്ടോ. പ്രണയം അത്ര ആർദ്രമാ. നമ്മൾ റസൂലുള്ളാഹിനെ ഒന്ന് സ്നേഹിക്കണം. കുറെ നിർത്താതെ പറയണമെന്നുണ്ട്, അത് അദബുകേടാകും. അഭിവന്ദരായ നായകന്മാരെ ഇങ്ങനെ ഈ ചുട്ടുവെയിലത്തിരുത്തി പ്രസംഗിക്കുന്നത് അദബുകേടാവും. മറ്റൊരവസരത്തിൽ ഈ മുസ്ലിമിന്റെ ദർജപ്പടികൾ എന്ന് പറയുന്ന 2ാം പടിയില ഇനി മുഹിബുണ്ട്, മുത്തഖിയുണ്ട്, മുഹ്സിനുണ്ട്, മുത്തുമൈന്നയുണ്ട്. ഓരോ ഘട്ടമായി പറഞ്ഞു പോകേണ്ടതാ. ഇത് തന്നെ പാതി വഴിയിൽ ഞാൻ നിർത്തുന്നു. കരുണക്കടലായ അല്ലാഹ് മുത്തുനബിയെ കാണാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മുത്ത് റസൂൽ വീട്ട് മുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ, ഞാനും നിങ്ങളും റസൂലുള്ളാന്റെ കാലത്ത് മദീനത്തെ പള്ളിയുടെ മുമ്പില് ഒരു മിനിറ്റ് എല്ലാവരും മദീനയുടെ ആ കുബ്ബ എന്നിങ്ങനെ മനസ്സ് കൊണ്ടുവന്ന ആ പച്ചക്കുബ്ബ കണ്ണ് ഇമ്മിരുന്ന് കേട്ടോളൂ കേട്ടോ, കണ്ണ് ഇമ്മിരുന്ന് കേട്ടോളൂ. മുന്തിരിവള്ളി ചെടിയായിരുന്നെങ്കിൽ നിത്യവും ആ പൂമേനി തഴുകും തെന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. മദീനയിൽ മാത്രം വീശുന്നൊരു കാറ്റുണ്ട്, മദീനയുടെ കുറിഞ്ഞിക്കാറ്റ്. അത് മുത്തുനബിയെ തഴുകിയൊഴുകി മുന്തിരിവള്ളിയായ എന്നെ തഴുകുമല്ലോ. ഒരു കവിയുടെ ഭാവനയാ. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ. റസൂലുള്ളാന്റെ ഖസ്വാ എന്നൊരൊട്ടകമുണ്ട്, അത് ഞാനായിരുന്നെങ്കിൽ. മിണ്ടാപ്രാണി, നീ എത്ര ഭാഗ്യവതിയാ. താമര തോൽക്കുന്ന ത്വാഹ തന്റെ
തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ, ഭാരം ചുമന്ന് നടന്നേനെ ഞാൻ, ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. നമ്മളെന്തിനാ മാരായമംഗലത്ത് ജനിച്ചത്? ഞാനെന്തിനാ തൃശ്ശൂരിലെ ദേശമംഗലത്ത് ജനിച്ചത്? എന്തിനാ മനുഷ്യനായി ജനിച്ചത്? ഒരു മിണ്ടാപ്രാണിയായിരുന്നെങ്കിൽ ഏതു മിണ്ടാപ്രാണി? കസ്വാ, അത് റസൂലുള്ളാന്റെ ഒട്ടകമാ. എന്നാ പുണ്യനബിയുടെ തിരുശരീരം തോളിലേറ്റി പോകാമായിരുന്നല്ലോ. ഒരു മാടപ്പിറാവായി ഞാൻ ജനിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ ജനിച്ചിരുന്നുവെങ്കിൽ, പുണ്യനബി മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന കാലത്ത് ഈന്തയോലകളുടെ ഹരിതചാമരം വെഞ്ചാമരം വീശുന്ന പള്ളിയുടെ മുകളിൽ റസൂലുള്ളാനെ കാണാമായിരുന്നല്ലോ. ഇതാണ് മഹാനായ ഇമാം ശറഫുദ്ദീൻ അൽ ബുസൂരി ബുർദ എന്ന പ്രണയകാവ്യത്തിൽ വരച്ചു വെക്കുന്ന സ്നേഹം. ഇതാണ് അബൂബക്കറുൽ ബഗ്ദാദി വിത്രിയയിൽ രചിച്ചു വെച്ച പ്രണയത്തിന്റെ പൂമഴ. ഇതാണ് ഉമറുൽ ഖാഹിരി അല്ലഫൽ അൽഫിൽ നിലാ മഴ പോലെ എഴുതി വെച്ച സ്നേഹം. ഇതാണ് കാക്കത്തറവാടിന്റെ രാജകുമാരൻ ഖാലി ഉമർ തങ്ങൾ യാ അക്രമൽ ഖുറമയിൽ എഴുതി വെച്ച സ്നേഹം. ഇത് സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ജവാബേ ശിഖ്വയിൽ സ്നേഹത്തിന്റെ കടലൊഴുക്കിയത് ഇങ്ങനെയാണ്. നിർത്തട്ടെ. 14 നൂറ്റാണ്ട് പിമ്പന്തിന് പാപി മണ്ണിൽ പിറന്നു വീണോ, പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണോ. റസൂലുള്ള ഇല്ലാത്ത കേരളത്തിൽ 14 നൂറ്റാണ്ടിന് ശേഷം ഞാൻ എന്തിനാണ് പിറന്നു വീണത്? യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.